സ്വാഗതം എല്ലാ പ്രേക്ഷകർക്കും വാർത്താരംഭത്തിലേക്ക് നോക്കാം. പ്രധാന വാർത്തകൾ. സിറിയയിലെ അധികാര കൈമാറ്റത്തെ സ്വാഗതം ചെയ്ത ലോകരാജ്യങ്ങൾ. ബാഷർ അൽ അസദും കുടുംബവും റഷ്യയിൽ. സിറിയയിൽ ഇസ്രായേൽ ആക്രമണം. ആയുധപ്പുരകൾ തകർത്തു. ജയിലുകളിലെ വനിതാ തടവുകാരെ മോചിപ്പിച്ച് വിമതർ. يلا النسوان اطلعوا لا تخافوا عمي لا تخافوا لا تخافوا شباب انتوا ما اطلعوا ثوار يلا ثوار بعد كبروا 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 يلا يلا عمي الشعب صارت لنا روحوا. വിഴിഞ്ഞത്ത് വയബിലിറ്റി ഗ്യാപ് ഫണ്ട് ഗ്രാന്റായി നൽകില്ലെന്ന് കേന്ദ്രം. 817 കോടി വായ്പ നൽകാമെന്ന് മുഖ്യമന്ത്രിക്ക് കേന്ദ്ര ധനമന്ത്രിയുടെ കത്ത്. കേരളം കൂടുതൽ പണം കണ്ടെത്തേണ്ടി വരും. വിഴിഞ്ഞത്തിന് വായ്പ നൽകുമ്പോൾ തൂത്തുക്കുടി പോർട്ടിന് 1141 കോടി നൽകിയത് ഗ്രാന്റ്. ഭൂമിയല്ല, മുസ്ലിം ലീഗിന് അഭിപ്രായമില്ല, അത് വഖഫ് ഭൂമിയല്ലെന്ന് പറയാനും പറ്റില്ല. KM ഷാജിയുടെ നിലപാടിൽ വെട്ടിലായി മുസ്ലിം ലീഗ്. ഷാജി അല്ല പാർട്ടിയെന്നും എല്ലാവരും പാർട്ടിയാകേണ്ടെന്നും കുഞ്ഞാലിക്കുട്ടി. ഒരിക്കൽ പറഞ്ഞ അതിൽ മാറ്റൊന്നും വരില്ല. നിങ്ങളാരും പാർട്ടി ആവണ്ട, അത് അധികം കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ ഉപയോഗിക്കണ്ട എന്നാണ് എന്റെ അഭിപ്രായം. വീണ്ടും ലീഗ് രാഷ്ട്രീയത്തിൽ മുനമ്പം സജീവ ചർച്ച. പ്രതിസന്ധിയിലായി UDF-ഉം. സമസ്തയിലെ പോര് തീർക്കാൻ തീവ്ര ശ്രമം. ഇന്ന് മലപ്പുറത്ത് ചർച്ച. ലീഗ് വിരുദ്ധ വിഭാഗം പങ്കെടുക്കില്ലെന്ന് സൂചന. മുഷാവറ യോഗത്തിന് മുൻപ് സമവായ ചർച്ച പ്രഹസനമെന്ന് വാദം. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിക്കെതിരെ വീണ്ടും പരാതി. പ്രസവത്തെ തുടർന്ന് നവജാത ശിശുവിന്റെ കൈ തളർന്നു. കുഞ്ഞിനെ പുറത്തെടുത്തത് നിരവധി ആരോപണങ്ങൾ നേരിടുന്ന ഡോക്ടർ പുഷ്പ തന്നെയെന്ന് മാതാപിതാക്കൾ. ആരോഗ്യമന്ത്രിക്ക് പരാതി നൽകി. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. വിഭാഗീയത കൊടികുത്തുന്നതിനിടെ CPM ജില്ലാ സമ്മേളനങ്ങൾ നാളെ മുതൽ. തുടക്കം കൊല്ലം ജില്ലയിൽ. പൊട്ടിത്തെറികൾ ഒഴിവാക്കാൻ കരുതലോടെ പാർട്ടി നേതൃത്വം. ദിലീപിന്റെ ശബരിമല ദർശന വിവാദം ഇന്ന് വീണ്ടും ഹൈക്കോടതിക്ക് മുന്നിൽ. സർക്കാർ റിപ്പോർട്ട് നൽകിയേക്കും. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് തീരുമാനമെടുക്കാൻ ദേവസ്വം ബെഞ്ച്. പാലോട് നവവധുവിന്റെ മരണത്തിൽ ഭർത്താവും സുഹൃത്തും റിമാൻഡിൽ. ഇന്ദുജയുടെ ആത്മഹത്യ മാനസിക ശാരീരിക പീഡനങ്ങളാലെന്ന് പോലീസ്. കാസർകോട്ടെ പ്രവാസി വ്യവസായിയുടെ കൊലപാതകത്തിൽ കൂടുതൽ അന്വേഷണം നടത്തും. മുഖ്യപ്രതി ജിന്നുമ്മയെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. തട്ടിപ്പ് സംഘത്തിൽ കൂടുതൽ പേരുണ്ടെന്ന സംശയത്തിൽ പോലീസ്. നയതന്ത്ര സംഘർഷങ്ങൾക്കിടെ വിദേശകാര്യ സെക്രട്ടറി ഇന്ന് ബംഗ്ലാദേശിൽ. ഇടക്കാല സർക്കാരുമായി കൂടിക്കാഴ്ച നടത്തും. ഹിന്ദുക്കൾക്കെതിരായ ആക്രമണം പ്രധാന ചർച്ചാ വിഷയം. മുഹമ്മദ് യൂനസിന്റെ നൊബേൽ സമ്മാനം തിരിച്ചെടുക്കണമെന്ന ആവശ്യമുയർത്തി BJP. വിശദമായി നോക്കാം. പതനത്തിന് ശേഷം സിറിയയിൽ ഇസ്രായേൽ ആക്രമണം. സിറിയയ്ക്കെതിരെ വ്യോമാക്രമണം നടത്തി ഇസ്രായേൽ. സിറിയൻ സൈന്യത്തിന്റെ ആയുധശേഖരം വിമതരുടെ കയ്യിൽ എത്തിക്കാതിരിക്കാനാണ് വ്യോമാക്രമണം. അതിനിടെ മോസ്കോയിലെത്തിയ ബഷാർ അൽ അസദിന് റഷ്യ അഭയം നൽകി. സിറിയൻ ജയിലുകളിൽ തടവിലാക്കപ്പെട്ടിരുന്ന സ്ത്രീകളെ ബാഷർ ഭരണകൂടത്തിന്റെ വീഴ്ചയ്ക്ക് ശേഷം മോചിപ്പിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ആദ്യം ആ ദൃശ്യങ്ങളിലേക്ക്. اطلعوا لا تخافوا عمي لا تخافوا لا تخافوا شباب انتوا ما اطلعوا ثوار يا اخي ثوار هدوا شوي. انتوا من وين انتوا من وين طلعوا تعالوا يلا سيروا بعد شوي يلا ليه لا تخافوا عمي لا تخافوا لا تخافوا اختي لا تخافوا بعد كبروا 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 يلا يلا عمي الشعب صارت لنا روحوا وين ما بدكم. الله اكبر كبروا كبروا كبروا
كبروا شو بدك غراضك امانات يا اختي هلا بس امانات هلا مطلع لك اياهم نروح هلا جاي تاخذيهم معي طلعوا الحمد لله على السلامه طلعوا الحمد لله على السلامه طلعوا ആർ കിരൺ ബാബു ചേരുന്നു ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി. കിരൺ, അശാന്തമാണ് സിറിയ എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രധാനമായും ഈ വ്യോമാക്രമണം ഇസ്രായേൽ തുടരുന്ന സാഹചര്യത്തിൽ എന്ത് കാരണമാണ് വ്യോമാക്രമണത്തിന് ഇസ്രായേൽ പറയുന്നത്? ഒന്ന്. മറ്റൊന്ന്, പ്രധാനമായും ഈ ആക്രമണം തുടരുന്ന സാഹചര്യത്തിൽ എന്താണ് ലോകരാഷ്ട്രങ്ങളുടെ നിലപാട്? കിരൺ. ഭവ്യ, ഏറ്റവും പുതിയ വാർത്ത എന്ന് പറയുന്നത് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയതാണ് സിറിയയ്ക്ക് മേൽ. അങ്ങനെ ഒരു വ്യോമാക്രമണം ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഈ സമയത്ത് ഉണ്ടാകുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നതല്ല. അതിന് ഇസ്രായേൽ നൽകുന്നൊരു വിശദീകരണം പ്രധാനമായും സൈനിക കേന്ദ്രങ്ങളിലേക്കാണ് വ്യോമാക്രമണം നടത്തിയത്. അവിടുത്തെ ആയുധങ്ങൾ നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലാണ്. ഈ ആയുധങ്ങൾ വിമതസേനയുടെ പക്കലേക്ക് വരുന്നത്, ആയുധങ്ങളുടെ നിയന്ത്രണം വിമതസേനയ്ക്ക് ഉണ്ടാവുന്നത് ഗുണകരമല്ല. അതുകൊണ്ട് ഈ ആയുധങ്ങൾ നശിപ്പിക്കുക, അതിനുവേണ്ടിയാണ് വ്യോമാക്രമണം എന്നാണ് പറയുന്നത്. സ്വാഭാവികമായും സ്വാഭാവികമായും സിറിയയിൽ ഈ വിമത സേനയുമായിട്ടുള്ള നിലപാടിൽ, അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഒക്കെ നിലപാടിൽ ലോക രാജ്യങ്ങൾക്കിടയിൽ തന്നെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. അവിടുത്തെ സർക്കാർ താഴെ വീണതിൽ അല്ലെങ്കിൽ സർക്കാരിനെ അട്ടിമറിച്ചതിനെ പിന്തുണയ്ക്കുമ്പോൾ തന്നെ ഈ വിമത സേനയെ HTSനെ പിന്തുണയ്ക്കുമോ എന്ന വിഷയത്തിൽ ഇപ്പോഴും സംശയങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ പക്കലേക്ക് കൂടുതൽ ആയുധങ്ങൾ എത്തരുത് എന്നുള്ള ഒരു നിലപാട് ഇസ്രായേൽ ഇപ്പോൾ സ്വീകരിച്ചത്. ഹയത്ത് തഹ്രീർ അൽ ഷമാമിനെ തീവ്രവാദി സംഘടനയായി തന്നെയാണ് അമേരിക്ക അടക്കം പ്രഖ്യാപിച്ചിട്ടുള്ളതും. അതിൻ്റെ നേതാവിനടക്കം അവർ തലയ്ക്ക് വില പറഞ്ഞിട്ടുള്ള തീവ്രവാദിയായി മുദ്രകുത്തി തലയ്ക്ക് വില പറഞ്ഞിട്ടുള്ള നേതാവ് തന്നെയാണ്. പക്ഷേ ഈ ഘട്ടത്തിൽ അവരെ ഏതെങ്കിലും തരത്തിൽ ശക്തിപ്പെടുത്തുന്നതിനെ തടസ്സപ്പെടുത്തുക അല്ലെങ്കിൽ തടയുക എന്നുള്ള ലക്ഷ്യം കൂടി ഇസ്രായേലിൻ്റെ ഈ നീക്കത്തിനുണ്ട് എന്ന് വിലയിരുത്തുന്നു. എന്തായാലും ലോക രാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന് സമ്മിശ്രമായ പ്രതികരണമാണ് ഈ വിഷയത്തിൽ വരുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളാകെ അവിടെ ഈ ഭരണത്തെ അട്ടിമറിച്ചതിൽ സ്വാഭാവികമായും അതിനെ പിന്തുണയ്ക്കുകയാണ്. ഇനി അവിടെ സമാധാനപൂർണ്ണമായ ഒരു ഭരണം സ്ഥാപിക്കാൻ അത് എങ്ങനെ വേണം എന്നതിലാണ് ഇപ്പോൾ പ്രധാനമായും ചർച്ച നടക്കുന്നത്. പ്രത്യേകിച്ച് HTSനെ പോലെ ഒരു സംഘടന ഇപ്പോൾ മിതവാദ നിലപാടൊക്കെ സ്വീകരിക്കുന്നുണ്ട് എങ്കിൽ പോലും അത് തീവ്രവാദി സംഘടന തന്നെയാണ്. അങ്ങനെ ഒരു സംഘടനയിൽ ഇനി അധികാരത്തിലേക്ക് വരണോ എന്നുള്ള സംശയം ഒരു ഭാഗത്ത് നിൽക്കുന്നു. അവിടെ നിന്ന് രക്ഷപ്പെട്ട പ്രസിഡന്റ് ഇപ്പോൾ റഷ്യയിലെത്തിയിട്ടുണ്ട്, മോസ്കോയിൽ എത്തിയിട്ടുണ്ട് എന്ന സ്ഥിരീകരണമുണ്ട്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും 2 കുട്ടികളുമാണ് സുരക്ഷിതരായി. ഇന്നലെ അവരുടെ കയറിയ വിമാനം തകർന്നു വീണിരുന്നു എന്ന മട്ടിലൊക്കെ ചില വാർത്തകൾ വന്നിരുന്നു. എന്തായാലും ഈ വിമതസേന ദമാസ്കസ് പിടിക്കുന്നതിന് അല്പസമയം മുമ്പാണ് അവർ അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തുന്ന സമയത്ത് പ്രസിഡന്റിൻ്റെ സ്വകാര്യ വിമാനം അവിടെ നിന്ന് ദമാസ്കസിൽ നിന്ന് പറന്നു. അദ്ദേഹം വിമാനം ആദ്യം ഉയർന്നു പോയ ദിശയിലേക്കല്ല പിന്നീട് അദ്ദേഹം പോയത്, മറ്റൊരു ദിശയിലേക്ക് പോയാണ്. സ്വാഭാവികമായും അദ്ദേഹം എങ്ങോട്ടാണ് പോയതെന്ന് തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയുള്ള മുൻകരുതലാവണം. അവർക്ക് എന്തായാലും റഷ്യ ഇപ്പോൾ അഭയം നൽകിയിട്ടുണ്ട്. ലോക രാജ്യങ്ങൾ ഇനിയിപ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കുന്നത് അവിടെ മറ്റൊരു തീവ്രവാദി ഗ്രൂപ്പിൻ്റെ കയ്യിലേക്ക് സിറിയ പോകാതെ സിറിയയിൽ സമാധാനപൂർവ്വമായ ഒരു അധികാര കൈമാറ്റം എങ്ങനെ സാധ്യമാകും എന്നുള്ളതാണ്. അത്തരത്തിലേക്കുള്ള പ്രതികരണമാണ്. എന്തായാലും പ്രധാനപ്പെട്ട രാജ്യങ്ങളൊക്കെയും ഇതിനെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള പ്രതികരണമാണ് വന്നിട്ടുള്ളതും. ഇന്ത്യയെ സംബന്ധിച്ച് 100-ൽ താഴെ ഇന്ത്യക്കാർ മാത്രമാണ് അവിടെയുള്ളത്. അവരെല്ലാവരും നിലവിൽ സുരക്ഷിതരാണെന്നും ദമാസ്കസിലെ ഇന്ത്യൻ എംബസിക്ക് ഏതെങ്കിലും തരത്തിലുള്ള അപകടമോ അല്ലെങ്കിൽ അവിടത്തേക്ക് ആക്രമണം ഉണ്ടായിട്ടില്ല എന്നും പറയുന്നു. അങ്ങനെ കാര്യമായ ആക്രമണങ്ങൾ അല്ലെങ്കിൽ വിമതസേന അങ്ങനെ ഏതെങ്കിലും തരത്തിൽ നശിപ്പിക്കുന്ന രീതിയിലേക്ക് ദമാസ്കസിൽ എവിടെയും പ്രവർത്തിച്ചതായി റിപ്പോർട്ടുകൾ വന്നിട്ടില്ല. ഇന്ത്യയുടെ അവിടുത്തെ എംബസിയും പൂർണ്ണമായും പ്രവർത്തിക്കുന്നുണ്ട്. മറ്റു രാജ്യങ്ങളിലെല്ലാം എംബസിയും പ്രവർത്തിക്കുന്നുണ്ട്. പ്രധാനമായും വിമതസേനയ്ക്ക് മറ്റു രാജ്യങ്ങളുമായി ഒരു നല്ല ബന്ധമുണ്ടാവണം, എങ്കിൽ മാത്രമേ അവർക്ക് അംഗീകാരം ലഭിക്കൂ എന്നുള്ള ഒരു രാജ്യാന്തര നയതന്ത്രത്തിൻ്റെ കൂടി ഭാഗമാകണം. എന്തായാലും മറ്റ് രാജ്യങ്ങളുടെ ഒന്നും പൗരന്മാരെയോ അല്ലെങ്കിൽ അവിടുത്തെ എംബസിക്ക് നേരെ ഒന്നും ഒരു തരത്തിലുള്ള ആക്രമണവും അവിടെ ഇന്ന് ഉണ്ടായിട്ടുമില്ല. ശരി, ആർ കിരൺ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്. സിറിയയിലെ അസദ് ഭരണകൂടത്തിന്റെ പതനത്തെ സ്വാഗതം ചെയ്ത പാശ്ചാത്യ രാജ്യങ്ങൾ ക്രൂരമായ രാഷ്ട്രം വീണു എന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് പ്രതികരിച്ചപ്പോൾ നല്ല വാർത്ത എന്തായിരുന്നു ജർമ്മൻ ചാൻസലറുടെ പ്രസ്താവന. സിറിയ എത്രയും വേഗം സ്ഥിരതയിലേക്ക് മടങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ചൈനീസ് വിദേശകാര്യ മന്ത്രാലയവും വ്യക്തമാക്കി. സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസിന്റെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുത്ത വിമതർ ആഘോഷം തുടരുകയാണ്. അതിനിടെയാണ് പിന്തുണയുമായി പാശ്ചാത്യ രാജ്യത്തലവന്മാർ എത്തിയത്. അവസാനം ക്രൂരമായ രാഷ്ട്രീയം വീണു എന്ന് സമൂഹമാധ്യമങ്ങളിൽ കുറിച്ചു ഇമാനുവൽ മക്രോൺ. മിഡിൽ ഈസ്റ്റിലെ എല്ലാവരുടെയും സുരക്ഷയ്ക്കായി ഫ്രാൻസ് പ്രതിജ്ഞാബദ്ധമായിരിക്കുമെന്നും വ്യക്തമാക്കി. ബഷാർ അൽ അസദ് തന്റെ ജനങ്ങളെ ക്രൂരമായി മർദ്ദിച്ചു. നിരവധി ആളുകളെ പലായനം ചെയ്യാൻ പ്രേരിപ്പിച്ചു. അവരിൽ പലരും ജർമ്മനിയിൽ എത്തിയിട്ടുണ്ട്. അതായിരുന്നു അസദിന്റെ പതനത്തെ നല്ല വാർത്ത എന്ന് വിളിച്ച ജർമ്മൻ ചാൻസലർ ഒലാഫ് ഷോൾസിന്റെ പ്രതികരണം.
UK ഉപപ്രധാനമന്ത്രി ഏഞ്ചല റെയ്നറും അസദിന്റെ പതനത്തെ സ്വാഗതം ചെയ്തു. ദശലക്ഷക്കണക്കിന് സിറിയൻ അഭയാർത്ഥികൾക്ക് ഇപ്പോൾ നാട്ടിലേക്ക് മടങ്ങാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായി തുർക്കി വിദേശകാര്യമന്ത്രി ഹക്കൻ ഫിദാൻ വ്യക്തമാക്കി. സിറിയയിലെ അരാജകത്വം തടയാൻ അവരുമായി ആശയവിനിമയം നടത്തുന്നുണ്ടെന്ന് സൗദി അറേബ്യ അറിയിച്ചു. ജോർദാനിലെ അബ്ദുള്ള രാജാവ് കൂടുതൽ സംഘർഷം ഒഴിവാക്കണമെന്ന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. മുൻകരുതൽ എന്ന നിലയിൽ സിറിയയുമായുള്ള അതിർത്തി അടച്ചിരിക്കുകയാണ്. ഇറാനും ഹിസ്ബുള്ളയ്ക്കുമെതിരെ ഇസ്രയേലിന്റെ നേരിട്ടുള്ള പ്രഹരമാണ് അസദിന്റെ പതനത്തിന് കാരണമെന്ന് ബെന്യാമിൻ നെതന്യാഹു അവകാശപ്പെട്ടു. സിറിയയുമായി സൗഹൃദബന്ധം തുടരാമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഇറാൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയെങ്കിലും വിമതർ അത് ചെവിക്കൊണ്ടമട്ടില്ല. ഡമാസ്കസിലെ ഇറാനിയൻ എംബസി ആക്രമിക്കപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, News 18. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. വിഴിഞ്ഞം തുറമുഖത്തിന് വയബിലിറ്റി ഗ്യാപ് ഫണ്ട് ഗ്രാന്റായി അനുവദിക്കാനാകില്ലെന്ന് കേന്ദ്രം നൽകുന്ന 817 കോടി രൂപ വായ്പയായി മാത്രമേ നൽകാൻ കഴിയൂവെന്നും ഇത് തിരിച്ചടയ്ക്കണമെന്നും കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ മുഖ്യമന്ത്രിക്ക് നൽകിയ കത്തിന് മറുപടി നൽകി. ഇതോടെ പദ്ധതിക്കായി സംസ്ഥാനം സ്വന്തം നിലയ്ക്ക് കൂടുതൽ പണം കണ്ടെത്തേണ്ടി വരും. തമിഴ്നാട്ടിലെ തൂത്തുക്കുടി തുറമുഖത്തിന് ഗ്രാന്റായി 1411 കോടി രൂപ അനുവദിച്ചപ്പോഴാണ് വിഴിഞ്ഞത്തിനായി നൽകുന്ന പണം തിരിച്ചടയ്ക്കണമെന്ന കേന്ദ്ര സമീപനം. വി അരുൺ നൽകും കൂടുതൽ വിവരങ്ങൾ. അരുൺ, ഈ കേന്ദ്രം നൽകുന്ന 817 കോടി രൂപ വായ്പയായി നൽകാൻ സാധിക്കൂ എന്നാണ് ഇപ്പോൾ കേന്ദ്രം പറയുന്നത്. എന്തുകൊണ്ടായിരിക്കും കേന്ദ്രം അത്തരത്തിലൊരു സമീപനം സ്വീകരിച്ചത്? വീണ്ടും തഴയുകയാണോ കേരളത്തെ കേന്ദ്രം? മുഖ്യമന്ത്രിക്ക് നൽകിയ മറുപടിയിലാണ് മുഖ്യമന്ത്രി DGFന്റെ കാര്യത്തിൽ തീരുമാനം ആവശ്യപ്പെട്ട കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന് കത്ത് നൽകിയിരുന്നു. അതിനുള്ള മറുപടിയിലാണ് കേന്ദ്രമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കുന്നത്. വിഴിഞ്ഞത്തിന് നൽകുന്ന VGF വയബിലിറ്റി ഗ്യാപ് ഫണ്ട് അത് ഗ്രാന്റായി മാത്രമേ നൽകാനാകൂ. കാരണം അതിന്റെ ഈ പദ്ധതിയുടെ ലാഭം ഉണ്ടാകാൻ പോകുന്ന സംസ്ഥാനത്തിനാണ്. കേന്ദ്രത്തിന് ആ ലാഭവിഹിതം ലഭിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ കേന്ദ്രം നൽകുന്ന തുക അത് വായ്പയായി തിരിച്ചടക്കണം. സ്വാഭാവിക വായ്പ തിരിച്ചടക്കുമ്പോൾ അതിന് പലിശ ഉൾപ്പെടെ സംസ്ഥാനം നൽകേണ്ടി വരും. കേരളത്തിന് വിഴിഞ്ഞം പദ്ധതിക്ക് വേണ്ടി കേന്ദ്രത്തിലുള്ള സാമ്പത്തിക സഹായമായാണ് VGF അനുവദിക്കുമെന്ന പ്രതീക്ഷ സംസ്ഥാനം മുന്നോട്ട് വച്ചത്. കാരണം VGFന്റെ മാനദണ്ഡങ്ങൾ തന്നെ അപ്രകാരമാണ്. നേരത്തെ കൊച്ചി മെട്രോയ്ക്ക് വേണ്ടി VGF കേന്ദ്രം അനുവദിച്ചിരുന്നു. അതിൽ ആ തുക കേന്ദ്രം തിരിച്ച് ചോദിച്ചിട്ടില്ല, അല്ലെങ്കിൽ തിരിച്ച് നൽകിയിട്ടില്ല സംസ്ഥാനവും. VGFന്റെ ഒരു ഗൈഡ് ലൈൻ ഉണ്ട്, സ്റ്റാൻഡേർഡ് ഗൈഡ് ലൈൻ ഉണ്ട്. അതിന് തന്നെ വിരുദ്ധമാണ് ഇപ്പോഴത്തെ കേന്ദ്രത്തിന് നീക്കമെന്ന വിമർശനമാണ് സംസ്ഥാനം ഉന്നയിക്കുന്നത്. വിഴിഞ്ഞം വളരെ വേഗത്തിൽ ലാഭത്തിലേക്ക് വരാൻ പോകുന്നൊരു പദ്ധതി എന്ന് തുടക്കം തന്നെ വ്യക്തമാകുന്നു. ഇപ്പോൾ തന്നെ 70 കപ്പലുകളധികം വന്നുപോയി 50 കോടി രൂപയ്ക്ക് GST കേന്ദ്രത്തിന് ലഭിക്കുകയും ചെയ്ത ഒരു തുറമുഖമാണ്. ആ തുറമുഖത്തോടാണ് ഇങ്ങനെ കേന്ദ്രം ഒരു വ്യത്യസ്ത സമീപനം സ്വീകരിക്കുന്ന പരാതി സംസ്ഥാനം മുന്നോട്ട് വയ്ക്കുന്നത്. കേന്ദ്രത്തിന് സമാനമായി സംസ്ഥാനവും വിഴിഞ്ഞം പദ്ധതിക്ക് വേണ്ടി VGF-ആയി ഗ്രാന്റ് നൽകുന്നുണ്ട്. 4777 കോടി രൂപ സംസ്ഥാന സർക്കാർ നൽകുന്നുണ്ട്. അത് തിരിച്ചടയ്ക്കേണ്ട അല്ലാത്ത ഗ്രാന്റായി തന്നെയാണ് നൽകുന്നത്, വായ്പയായില്ല സംസ്ഥാനം നൽകുന്നത്. പക്ഷേ കേന്ദ്രം ഇങ്ങനെ ലാഭവിഹിതം തിരികെ ചോദിക്കുകയാണ് സംസ്ഥാനത്തോട്. ഇത് കടുത്ത അവഗണനയും സംസ്ഥാനത്തോടുള്ള പകയുമെന്ന നിലപാടാണ് സംസ്ഥാന സർക്കാരിനുള്ളത്. നേരത്തെ തൂത്തുക്കുടി സമാനമായ ഒരു തുറമുഖ പദ്ധതിയാണ് തമിഴ്നാട്ടിലെ തൂത്തുക്കുടിക്ക് 1400 തൂത്തുക്കുടിയുടെ ഔട്ടർ ഹാർബർ പദ്ധതിക്കാണ് 1411 കോടി രൂപ VGF-ആയി കേന്ദ്രം അനുവദിച്ചത്. അവിടെ തിരിച്ചടയ്ക്കണമെന്ന നിബന്ധന അവിടെ ഉൾക്കൊള്ളിച്ചിട്ടില്ല. പക്ഷേ സംസ്ഥാനത്തിന് മാത്രം അങ്ങനെ ഒരു നിലപാട് കേന്ദ്രം സ്വീകരിക്കുകയാണെന്നും കേന്ദ്രത്തിന് വിശദീകരണമുണ്ട്. തൂത്തുക്കുടിയിലെ തുറമുഖവും വിഴിഞ്ഞും തമ്മിൽ താരതമ്യം ചെയ്യാൻ കഴിയില്ല എന്നാണ് കേന്ദ്രം പറയുന്നത്. തൂത്തുക്കുടി തുറമുഖം കേന്ദ്ര സർക്കാരിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോളിൽ വരുന്ന തുറമുഖമാണ്. അതുകൊണ്ട് തന്നെ അതും വിഴിഞ്ഞുമായി താരതമ്യം ചെയ്യാനാകില്ലെന്നും മുഖ്യമന്ത്രിക്ക് കത്തിൽ നിർമ്മലാ സീതാരാമൻ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തുക പുതുതായി കേരളം കണ്ടെത്തണം, അല്ലെങ്കിൽ തിരിച്ചടയ്ക്കേണ്ട തുക കണ്ടെത്തണം. ഈ നിബന്ധന സംസ്ഥാനം അംഗീകരിക്കുകയാണെങ്കിൽ നിശ്ചിത തുകയ്ക്ക് കേന്ദ്രം നൽകുന്ന തുകയ്ക്ക് വലിയ ലാഭവിഹിതം കേന്ദ്രത്തിലേക്ക് നൽകണം. അതായത് ഈ കേന്ദ്രം VGF-ആയി നൽകാൻ പോകുന്ന തുക സംസ്ഥാനം സ്വീകരിക്കുകയാണെങ്കിൽ ഇതിന് എത്രയോ ഇരട്ടി തുക ലാഭവിഹിതമായി 20% ലാഭവിഹിതമായി കൂടി കേന്ദ്രത്തിന് സംസ്ഥാനം നൽകേണ്ടി വരും. അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും വിഴിഞ്ഞം പദ്ധതി അതിൻ്റെ കമ്മീഷനിങ്ങോട് അടുക്കുകയാണ്. ഈ അടുത്ത മാസം പ്രധാനമന്ത്രിയെ തന്നെ കൊണ്ടുവന്ന് പദ്ധതിയുടെ കമ്മീഷനിങ് നടത്താനാണ് സംസ്ഥാനം ശ്രമിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ സമയം ചോദിച്ച് സംസ്ഥാനം കത്ത് നൽകിയിട്ടുമുണ്ട്. അപ്പോഴൊക്കെ ഈ സഹായത്തിൻ്റെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമുണ്ടാകും, അനുകൂല നിലപാടുണ്ടാകുമെന്ന പ്രതീക്ഷയാണ് സംസ്ഥാനം മുന്നോട്ടെത്തി. പക്ഷേ അങ്ങനെയല്ല സംഭവിക്കുന്നത്. വിഴിഞ്ഞത്തിൻ്റെ VGF ധനസഹായം ഗ്രാൻഡായി നൽകാൻ കഴിയില്ല. പകരം വായ്പയെ തിരിച്ചടയ്ക്കേണ്ട വായ്പയെ മാത്രമേ നൽകാൻ കഴിയൂ. ലാഭവിഹിതം കൂടി സംസ്ഥാനം നൽകേണ്ടി വരുന്ന ഒരു അസാധാരണമായ സാഹചര്യത്തിലേക്കാണ് കാര്യം പോകുന്നത്. VGF ലഭ്യമാക്കുന്ന കരാറുണ്ടാക്കുന്ന കേന്ദ്ര സർക്കാരും അദാനി കമ്പനിയും തുക നൽകുന്ന ബാങ്കും തമ്മിലാണ്. എന്നാൽ തിരിച്ചടയ്ക്കേണ്ട കരാർ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും തമ്മിൽ വേണം എന്നൊരു നിബന്ധനയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. വിചിത്ര നിബന്ധനയും ഇത് സംസ്ഥാനത്തോടുള്ള തികഞ്ഞ ചുറ്റമ്മ നയവും എന്ന വിമർശനമാണ് സംസ്ഥാനം ഉന്നയിക്കുന്നത്.
PV അരുണാണ് വിവരങ്ങൾ പങ്കുവച്ചത്. അരുൺ, ദയവായി തുടരുക. മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. സംസ്ഥാനത്തെ മുഴുവൻ തദ്ദേശ സ്ഥാപന ഭരണസമിതികളെയും ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിസംബോധന ചെയ്യും. ഇതിനായി തദ്ദേശ സ്ഥാപനങ്ങളിൽ പ്രത്യേക യോഗങ്ങൾ ചേരും. പാലിയേറ്റീവ് കെയർ പ്രവർത്തനങ്ങളുടെ ഏകോപനം, മാലിന്യമുക്ത കേരളം, അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നിവയുടെ പ്രവർത്തനങ്ങൾ ഊർജ്ജപ്പെടുത്തുകയാണ് ലക്ഷ്യം. മാർച്ച് 30 സമ്പൂർണ്ണ ശുചിത്വ സംസ്ഥാനം എന്ന പ്രഖ്യാപനം നടത്താനാണ് ആലോചന. PV അരുൺ തുടരുന്നു വിവരങ്ങളുമായി. അരുൺ, ഇന്ന് എപ്പോഴത്തേക്ക് മുഖ്യമന്ത്രി തദ്ദേശ സ്ഥാപന ഭരണസമിതികളെ അഭിസംബോധന ചെയ്യും? എന്താണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്? ഭവ്യ, വൈകിട്ട് 3:30 മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാനത്തെ മുഴുവൻ തദ്ദേശ സ്ഥാപന പ്രതിനിധികളുമായും സംസാരിക്കുക, അവരെ അഭിസംബോധന ചെയ്യുക. ഓൺലൈനായും തദ്ദേശ സ്ഥാപന പ്രതിനിധികൾ പങ്കെടുക്കുക. ഇതിനായി പ്രത്യേക ഭരണസമിതി യോഗങ്ങൾ അവർ ഇന്ന് വിളിച്ചു ചേർക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മുഴുവൻ തദ്ദേശ സ്ഥാപന പ്രതിനിധികളും പങ്കെടുക്കുമെന്ന് തന്നെയാണ് സർക്കാരിന്റെ പ്രതീക്ഷ. പാലിയേറ്റീവ് പ്രവർത്തനങ്ങളുടെ ഏകോപനം, അതുപോലെ തന്നെ മാലിന്യമുക്ത നവകേരളം സാധ്യമാക്കൽ, അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനം, ഈ കാര്യങ്ങളാകും ഈ യോഗത്തിൽ ചർച്ച ചെയ്യുക. മാർച്ച് 30 കേരളം സമ്പൂർണ്ണ ശുചിത്വ പ്രഖ്യാപനം നടത്താനാണ് ലക്ഷ്യമിടുന്നത്. അയൽക്കൂട്ടങ്ങൾ, ടൂറിസം കേന്ദ്രങ്ങൾ, ഗ്രാമ നഗര ഓഫീസുകൾ, വിദ്യാഭ്യാസം എന്നിവയെല്ലാം ഹരിതമാക്കുകയാണ് ഉദ്ദേശം. രോഗികൾ, വയോജനങ്ങൾ, ഭിന്നശേഷിക്കാർ എന്നിവരെ എല്ലാവരും ഉൾക്കൊള്ളുന്ന APL BPL വ്യത്യാസമില്ലാത്ത പരിചരണമാണ് ഈ പാലിയേറ്റീവ് കെയർ നയത്തിലൂടെ സർക്കാർ ഉദ്ദേശിക്കുന്നത്. 2025 നവംബർ 1 അതായത് 11 മാസം മാത്രമാണുള്ളത് സംസ്ഥാനത്തെ അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്ന അതിദരിദ്ര മുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കാനുള്ള ലക്ഷ്യം സർക്കാർ ഇടുന്നത് 2020 നവംബർ 1 ഈ 3 പദ്ധതികളുടെയും ഏകോപനവും അതിന് തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹകരണവുമാണ് മുഖ്യമന്ത്രി ഇന്ന് തേടുന്നത്. ശരി, PV അരുണാണ് വിശദ വിവരങ്ങൾ പങ്കുവച്ചത്. പൊതുജനങ്ങളുടെ പരാതി പരിഹാരത്തിന് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന താലൂക്ക് തല അദാലത്തുകൾക്ക് ഇന്ന് തുടക്കം. സംസ്ഥാനത്തെ എല്ലാ താലൂക്കിലും മന്ത്രിമാർ നേരിട്ടെത്തി ജനങ്ങളുടെ പരാതികൾ സ്വീകരിക്കുകയും പരിഹരിക്കാൻ കഴിയുന്ന പരാതികൾ തത്സമയം തീർപ്പാക്കുകയുമാണ് താലൂക്ക് അദാലത്ത് കൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് 10 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. അടുത്ത മാസം 13 വരെയാണ് അദാലത്ത്. മുനമ്പം വിഷയത്തിൽ മുസ്ലിം ലീഗിനെ പ്രതിരോധത്തിലാക്കി KM ഷാജി. സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറയുന്നതാണ് ലീഗിന്റെ അഭിപ്രായമെന്ന് വിശദീകരിച്ച് PK കുഞ്ഞാലിക്കുട്ടി ഷാജിയുടെ നിലപാട് തള്ളിയെങ്കിലും തുടർ പ്രതികരണത്തിന് സാധ്യത ഏറെയാണ്. മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ലെന്ന VD സതീശന്റെ പ്രസ്താവന പ്രതിപക്ഷ നേതാവിന്റെ വ്യക്തിപരമായ അഭിപ്രായമാണെന്നും ലീഗിന് അങ്ങനെയൊരു അഭിപ്രായമില്ല എന്നുമായിരുന്നു KM ഷാജി പ്രസംഗിച്ചത്. എന്നാൽ VD സതീശനെ പരസ്യമായി തള്ളിപ്പറയേണ്ട നിലപാടാണ് ലീഗ് നേതൃത്വത്തിനുള്ളത്. പ്രശ്നപരിഹാരത്തിന് സർക്കാർ മുൻകൈയെടുക്കണമെന്നും ലീഗ് ആവർത്തിക്കുന്നു. കൂടുതൽ അഭിപ്രായ പ്രകടനങ്ങൾ രാഷ്ട്രീയമായ പ്രതിരോധത്തിലാകുമെന്നതിനാൽ കരുതലോടെ നീങ്ങാനാണ് ലീഗിന്റെ നീക്കം. പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു, അത് വഖഫ് ഭൂമിയല്ല. മുസ്ലിം ലീഗിന് അഭിപ്രായമില്ല, അത് വഖഫ് ഭൂമിയല്ലെന്ന് പറയാനും പറ്റില്ല. ഈ മുനമ്പം വിഷയത്തിലെ യഥാർത്ഥ പ്രതികൾ ആരാണ്? അവിടെ ഭൂമി വിലക്ക് വാങ്ങി പാർക്കുന്ന ആ പാവ മനുഷ്യരല്ല. പക്ഷെ അവർക്ക് ഭൂമി കൊടുത്തത് ആരാണ്? ഗവൺമെന്റ് അന്വേഷിക്കേണ്ടതാണ്. വഖഫ് ചെയ്യപ്പെട്ട ഭൂമി ആരാണ് അവർക്ക് വിറ്റുകൊടുത്തത്? ആരാണ് അതിന് രേഖയുണ്ടാക്കിയത്? ആണ് പിടിക്കേണ്ടത് CPM ആണോ കോൺഗ്രസ് ആണോ? അല്ലല്ലോ. അതിനല്ലേ ഇവിടെ ഭരണകൂടമുള്ളത്. ഫാറൂഖ് കോളേജിന് എന്ത് അധികാരമാണ് അത് വഖഫ് അല്ലെന്ന് പ്രഖ്യാപിക്കാൻ? അങ്ങനെ അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കേണ്ടേ ഗവൺമെന്റ്? ലീഗിന്റെ അഭിപ്രായം സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഒരിക്കൽ പറഞ്ഞ അതിൽ മാറ്റമൊന്നും വരില്ല. അങ്ങനെ മുനമ്പം വിഷയം സാമുദായിക സ്പർദ്ധയ്ക്ക് വേണ്ടി ചിലർ അജണ്ട ആക്കിയെടുത്ത് ഒരു ഡിവൈഡ് ഉണ്ടാക്കാൻ നോക്കുന്നു എന്ന് മനസ്സിലായപ്പോഴാണ് മുസ്ലിം സംഘടനകളെ യോഗം ചേർന്ന് അതിനെ സംബന്ധിച്ച് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നേരിട്ട് നിങ്ങൾ കോഴിക്കോട്ടെ പത്രക്കാരോട് പറഞ്ഞത്. ലീഗ് അവിടെ നിൽക്കുന്നു. കമ്മ്യൂണൽ ഡിവൈഡ് ഉണ്ടാക്കാൻ വേണ്ടി BJPയും ഇടതുപക്ഷവും രാഷ്ട്രീയമായ ലക്ഷ്യം വെച്ച് കൊണ്ടുനടക്കുന്ന ഒരു വിഷയത്തിൽ നിങ്ങളാരും പാർട്ടി ആവണ്ട, അത് അധികം കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ ഉപയോഗിക്കണ്ട എന്നാണ് എന്റെ അഭിപ്രായം. എനിക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. CV അനുമോദ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അനുമോദ്, ഈ മുനമ്പം വിഷയത്തിൽ മുസ്ലിം ലീഗിൽ തന്നെ രണ്ടഭിപ്രായമാണോ? എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അനുമോദ്, കേൾക്കാമോ? ഭവ്യ, ചോദ്യം ആവർത്തിക്കാമോ? മുനമ്പം വിഷയത്തിൽ ലീഗിനുള്ളിൽ തന്നെ രണ്ടഭിപ്രായമാണെന്നാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും ഇത് കഴിഞ്ഞ ദിവസം KM ഷാജി നടത്തിയ ഈ ഒരു അഭിപ്രായ പ്രകടനം അത് ലീഗിനെ അക്ഷരാർത്ഥത്തിൽ ചെറിയ പ്രതിസന്ധിയിലാക്കുന്നതാണ്. കാരണം
VD സതീശന്റെ നിലപാട് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ നിലപാടാണെന്നും അത് ലീഗിന്റെ അല്ല എന്നുമാണ് KM ഷാജി പറഞ്ഞത്. അതായത് മുനമ്പത്തേത് വഖഫ് ഭൂമി അല്ല എന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നതിനെ തള്ളിക്കളയുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. നേരത്തെ ഈ ഒരു വിഷയത്തിൽ ലീഗ് സ്വീകരിച്ച നിലപാട് ശ്രദ്ധേയമാണ്. ഈ വിഷയത്തിൽ വഖഫ് ഭൂമിയാണോ അല്ലയോ എന്ന വിഷയത്തിൽ ലീഗ് പ്രതികരിക്കുന്നില്ല. മറിച്ച് അവിടെ ഉള്ളവർക്ക് നീതി ലഭിക്കണം, അവരെ ഇറക്കിവിടുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല. മുനമ്പത്തെ വിഷയം BJPയും CPMഉം വർഗീയവൽക്കരിക്കുന്ന ഒന്നാണ്. അതിൽ വർഗീയ അജണ്ടകളുണ്ട്. അപ്പോൾ അവിടെ പ്രശ്നത്തിന് പരിഹരിക്കേണ്ടത് സർക്കാരാണ്. ഭൂമി സംബന്ധിച്ചുള്ള വിഷയങ്ങൾ കോടതിയും സർക്കാരും തീരുമാനിക്കട്ടെ എന്ന ഒരു നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചിരുന്നത്. എന്നാൽ മുസ്ലിം മതസംഘടനകൾ ഈ വിഷയത്തിൽ അത് വഖഫ് ഭൂമിയാണ് എന്ന തരത്തിലുള്ള കടുത്ത നിലപാട് സ്വീകരിക്കുകയും ലീഗിന്റെ ഭാഗത്തും ഇതിനെ അനുകൂലിച്ചുകൊണ്ടുള്ള വലിയ പ്രതികരണം ഉണ്ടാവുകയും ചെയ്തിരുന്നില്ല. അവിടെയാണ് KM ഷാജിയുടെ ഈ പ്രസംഗം ശ്രദ്ധേയമാകുന്നത്. എന്നാണെങ്കിലും KM ഷാജിക്ക് എതിരെ അല്ലെങ്കിൽ KM ഷാജിയുടെ നിലപാടിനെ തള്ളിക്കൊണ്ട് PK കുഞ്ഞാലിക്കുട്ടി തന്നെ ഇന്നലെ രംഗത്ത് വന്നിരുന്നു. അദ്ദേഹം ഇതിൽ സാദിഖ് അലി ശിഹാബ് തങ്ങൾ നിലപാട് വ്യക്തമാക്കിയ ഒരു കാര്യമാണ്. കൂടുതൽ ചർച്ച ചെയ്യേണ്ട വിഷയമല്ല. ഞാനാണ് പാർട്ടി എന്ന് ആരും തീരുമാനിക്കേണ്ടതില്ല എന്ന തുറന്ന വിമർശനമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തും ഉണ്ടായിരിക്കുന്നത്. എന്നാണെങ്കിലും ഈ വിഷയത്തിൽ ലീഗിനുള്ളിൽ തന്നെ രണ്ട് അഭിപ്രായങ്ങൾ ഉണ്ടാകുന്നു. മുനമ്പം വിഷയം കൂടുതൽ സങ്കീർണമാകുന്ന തരത്തിലേക്ക് ലീഗിലെ സാഹചര്യങ്ങൾ KM ഷാജിയുടെ പ്രസംഗത്തോടെ മാറുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിൽ എന്താണ് ഇനി കോൺഗ്രസിന്റെ നിലപാട് എന്നുള്ളത് വളരെ ശ്രദ്ധേയമായുള്ള ഒരു കാര്യമാണ്. ഈ വിഷയത്തിൽ സാദിഖ് അലി ശിഹാബ് തങ്ങൾ നിലവിൽ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് VD സതീശിനെ തള്ളാതെ എന്നാൽ മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കാൻ സർക്കാർ മുൻകൈ എടുക്കണം എന്ന തരത്തിലുള്ളതാണ്. സർക്കാരാണ് ഈ വിഷയങ്ങൾ കൂടുതൽ വഷളാക്കുന്നത് എന്നൊരു നിലപാടാണ്. അതിലാണ് ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടിയുടെ ഇന്നലത്തെ പ്രതികരണം കൂടി വന്നപ്പോൾ ലീഗിനുള്ളിൽ രണ്ട് അഭിപ്രായങ്ങളുണ്ട് എന്ന കാര്യങ്ങൾ വ്യക്തമാവുന്നത്. കാരണം തുടർ പ്രതികരണങ്ങൾ വളരെ പ്രധാനപ്പെട്ടുള്ളതാണ്. തീർച്ചയായും അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. അനുമോദ തുടരുക. സമസ്തയിലെ ഇരുവിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കം തീർക്കാൻ ഇന്ന് ചർച്ച മലപ്പുറത്ത്. എന്നാൽ ലീഗ് വിരുദ്ധ വിഭാഗം യോഗത്തിൽ പങ്കെടുത്തേക്കില്ല. മുഷാവറ യോഗത്തിന് മുൻപുള്ള സമവായ ചർച്ച പ്രഹസനമെന്നാണ് ഇവരുടെ വാദം. ചർച്ചയുമായി മുന്നോട്ടു പോകുമെന്ന നിലപാടിലാണ് ലീഗ് അനുകൂല വിഭാഗവും. അനുമോദ് തുടരുന്നു. അനുമോദ്, എന്തായാലും ഇന്ന് ചർച്ച നടക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ചർച്ചയിൽ തർക്കം പരിഹരിക്കുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്, അല്ലേ? ഇന്നത്തെ യോഗം വളരെ നിർണായകമാണ്. കാരണം സമസ്തയിൽ കുറെ മാസങ്ങളായിട്ട് ലീഗിനെതിരായിട്ടുള്ള ഒരു വിഭാഗം ശക്തമായ നിലപാട് സ്വീകരിച്ചിരുന്നു. സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ അദ്ദേഹത്തെ ഖാസിയായിട്ട് അംഗീകരിച്ചതിനെതിരെ ഉമർ ഫൈസി മുക്കം രംഗത്ത് വന്നതാണ്. ഈ ഒരു ഇടവേളയ്ക്ക് ശേഷം ലീഗിനും സമസ്തയ്ക്കുമിടെയുള്ള പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കിയത്. അതിനുശേഷം കുഞ്ഞാലിക്കുട്ടി തന്നെ ഉമർ ഫൈസി മുക്കത്തിനെതിരെ രംഗത്ത് വരികയും തുടർന്ന് ഇത് ഉമർ ഫൈസിയുടെ മാത്രം നിലപാടാണെന്ന് സമസ്ത നേതൃത്വം പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് പാലക്കാട്ടെ പരസ്യ വിവാദം ഉണ്ടാകുന്നത്, സുപ്രഭാതത്തിലെ പരസ്യ വിവാദം ഉണ്ടാകുന്നത്. അപ്പോൾ അത്തരത്തിൽ ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ടതായുള്ള നിരവധി വിഷയങ്ങൾ നിലവിൽ ലീഗിനും സമസ്തയ്ക്കും ഇടയിലുണ്ട്. ഇതെല്ലാം തന്നെ ചർച്ച ചെയ്ത് പരിഹരിക്കാൻ വേണ്ടിയാണ് ഇന്ന് അത്തരത്തിലൊരു യോഗം വിളിച്ചത്. ആ യോഗത്തിൽ ഇരുവിഭാഗങ്ങളിലും 10 പേർ വീതവും അതിനൊപ്പം തന്നെ ഇതിൽ പങ്കെടുക്കുന്നത് PK കുഞ്ഞാലിക്കുട്ടിയും സാദിഖ് അലി ശിഹാബ് തങ്ങളും അതേപോലെ ഒട്ടു ജുഫിക്കോയ തങ്ങളും MT അബ്ദുള്ള മുസ്ലിയാരുമാണ്. അപ്പോൾ അങ്ങനെ നേതൃത്വത്തിന്റെ എല്ലാ നേതൃത്വങ്ങളുടെയും സാന്നിധ്യത്തിൽ ഈ ചർച്ച ചെയ്ത് വിഷയങ്ങൾ പരിഹരിക്കണമെന്ന ഉദ്ദേശത്തോടെയാണ് ഈ യോഗം വിളിച്ചിരുന്നത്. പക്ഷേ ഇതിലിപ്പോൾ ലീഗ് വിരുദ്ധ വിഭാഗം പങ്കെടുക്കുകയില്ല എന്ന തരത്തിലാണ് വിവരങ്ങൾ വരുന്നത്. കാരണം ബുധനാഴ്ച കോഴിക്കോട് മുഷാവറ യോഗം ചേരാനിരിക്കെ അതിനു മുൻപ് ഇത്തരത്തിലൊരു ചർച്ച നടത്തുന്നത് ശരിയായ ഒരു നടപടിയല്ല. ഈ മുഷാവറയിലായിരുന്നു ചർച്ച ചെയ്യേണ്ടത് എന്ന തരത്തിലാണ് അവരുടെ ഭാഗത്ത് നിന്ന് പ്രതികരണം ലഭിച്ചിരിക്കുന്നത്. എന്നാൽ ഇത് ഇവർ യോഗത്തിൽ പങ്കെടുത്തില്ലെങ്കിൽ അതിനെതിരെ ലീഗ് അനുകൂല വിഭാഗം വലിയ വിമർശനങ്ങൾ ഉന്നയിക്കും. ഒരുപക്ഷെ സമസ്തയുടെ നേതൃത്വം തന്നെ അവർക്കെതിരെ നടപടിയെടുക്കാനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല. അതുകൊണ്ട് പങ്കെടുക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉച്ചയോടെ മാത്രമായിരിക്കും ഇവരുടെ ഭാഗത്തും ഔദ്യോഗികമായിട്ടുള്ള ഒരു നിലപാട് അറിയാനുള്ളത്. അതേസമയം ലീഗിനെ അനുകൂലിക്കുന്നവർ രാവിലെ പാണക്കാടെത്തി സാദിഖ് അലി ശിഹാബ് തങ്ങളുമായിട്ടും കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ശരി, CV അനുമോദാണ് വിശദ വിവരങ്ങൾ പങ്കുവച്ചത്. തിരിച്ചെത്താം മറ്റ് പ്രധാന വാർത്തകളിലേക്ക് ഒരു ഇടവേളയ്ക്ക് ശേഷം. CNN News 18 Indian of the Year is back. തിരികെ വാർത്തയിലേക്ക്.
പാർലമെന്റ് എന്തും ചേരും. അദാനി വിഷയത്തിൽ ഊന്നിയുള്ള നീക്കമായിരിക്കും കോൺഗ്രസ് സഭയുടെ ഇരു സഭകളിലും നടത്തുക. ഇന്ത്യ മുന്നണിയിലെ നേതൃതല ഭിന്നത പരസ്യമായതിനു ശേഷം ചേരുന്ന സഭാ സമ്മേളനത്തിൽ ഇത് പ്രകടമാകുമോ എന്നതും പ്രസക്തമാണ്. ഇന്ത്യ മുന്നണിയിലെ തർക്കം ഭരണപക്ഷം ആയുധമാക്കാനും സാധ്യതയുണ്ട്. ആർ കിരൺ ബാബു ചേരുന്നു വിവരങ്ങളുമായി. കിരൺ, ഏറ്റവും പ്രധാനമായി ഇന്ത്യ സഖ്യത്തെ നയിക്കാൻ മമതാ ബാനർജി പ്രാപ്തയാണെന്ന് ശരത് പവാർ അടക്കം പറഞ്ഞ സാഹചര്യം നമുക്ക് മുൻപിലുണ്ട്. അപ്പോൾ രാഹുൽ അതിന് പ്രാപ്തനല്ലേ എന്നുള്ള ചോദ്യം മറുവശത്ത് നിൽക്കുന്നു. അതേ സാഹചര്യത്തിൽ തന്നെ ഇന്ന് പാർലമെന്റ് ചേരുകയാണ്. ഈ വിഷയമൊക്കെ പാർലമെന്റിൽ ഇന്ന് ഒരു ചർച്ചയാകുമോ, എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇന്ന് വീണ്ടും അദാനി വിഷയത്തിൽ പാർലമെന്റ് പ്രക്ഷുബ്ധമാകാൻ തന്നെയാണ് സാധ്യത. ഏതെങ്കിലും തരത്തിൽ ഈ വിഷയത്തിൽ വിട്ടുവീഴ്ച വേണ്ടതില്ല എന്ന നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു വിഷയത്തിൽ കൂടി അടിയന്തര പ്രമേയത്തിന് കോൺഗ്രസിൽ നിന്ന് മണികണ്ഠൻ ഠാകൂർ നോട്ടീസ് നൽകിയിട്ടുണ്ട്. അത് ചന്ദ്രബാബു നായിഡുവിനെ നേരത്തെ അജിത് പവാറിനെ ED കേസുകളിൽ നിന്നെല്ലാം അദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് നൽകിയിരുന്നു. ഇപ്പോൾ ചന്ദ്രബാബു നായിഡുവിനും സമാനമായ രീതിയിൽ ക്ലീൻ ചിറ്റ് നൽകുന്നു. BJPയെ പിന്തുണയ്ക്കുന്ന പാർട്ടിയിലെ നേതാക്കൾക്കെല്ലാം അഴിമതി കേസുകളുണ്ടെങ്കിൽ അവർക്കെല്ലാം ക്ലീൻ ചിറ്റ് ED നൽകുന്നു. BJPയെ എതിർക്കുന്ന പാർട്ടികളിലെ നേതാക്കൾക്കെതിരെ ED കേസുകൾ എടുക്കുന്നു. ഈ വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പ്രധാനമായും ഇന്ന് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരിക്കുന്നത്. എനിക്ക് പ്രധാനമായും ഇന്ത്യ മുന്നണിക്കിലെ ചില ഭിന്നതകളുണ്ട്. തൃണമൂൽ കോൺഗ്രസും അതോടൊപ്പം തന്നെ സമാജ്വാദി പാർട്ടിയുമാണ് പരസ്യമായി തന്നെ ഇതിൽ ഭിന്നത രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ രണ്ട് പ്രധാനപ്പെട്ട പാർട്ടികളും അദാനി വിഷയത്തിൽ ബന്ധപ്പെട്ട് പാർലമെന്റിനുള്ളിൽ നടക്കുന്ന പ്രതിഷേധത്തിലോ അല്ലെങ്കിൽ വാക്കൌട്ടിലോ ഒന്നും അവർ രണ്ടുപേരും പങ്കെടുക്കുന്നില്ല എന്ന് മാത്രമല്ല, മമതാ ബാനർജി കഴിഞ്ഞ ദിവസം ഇന്ത്യ മുന്നണിയുടെ നേതൃത്വം ഏറ്റെടുക്കാൻ താൻ തയ്യാറാണെന്നും അതിനർത്ഥം പരോക്ഷമായ അർത്ഥം രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഇതിന് പ്രാപ്തമല്ല എന്നുള്ള വിമർശനം കൂടിയായിരുന്നു. അതിനെ സമാജ്വാദി പാർട്ടിയും അതോടൊപ്പം തന്നെ ശരത് പവാറും പിന്തുണ അറിയിച്ചിരുന്നു മമതാ ബാനർജിയുടെ വാക്കുകൾക്ക്. അങ്ങനെ ഒരു ഭിന്നത ഇപ്പോഴും ഇന്ത്യ മുന്നണിയിൽ നിലനിൽക്കുകയാണ്. പക്ഷേ ഇന്ത്യ മുന്നണിയുടെ ഭിന്നത കണക്കിലെടുക്കേണ്ടതില്ല. അദാനി വിഷയത്തിൽ സ്വയം മുന്നോട്ട് പോകുക എന്നുള്ള നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും കോൺഗ്രസ് നിൽക്കുന്നത്. കോൺഗ്രസിനൊപ്പമാണ് ഇടതു പാർട്ടികളും മറ്റ് ഇന്ത്യ ബ്ലോക്കിലെ മറ്റ് പ്രധാനപ്പെട്ട പാർട്ടികളും ഒക്കെ അദാനി വിഷയത്തിൽ കോൺഗ്രസിന്റെ നിലപാടിന് ഒപ്പമാണ് നിൽക്കുന്നത്. ശരി, ആർ കിരൺ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. N പ്രശാന്തിനെതിരെയുള്ള ചീഫ് സെക്രട്ടറിയുടെ ചാർജ് മെമ്മോയുടെ പകർപ്പ് ന്യൂസ് 18. സർക്കാർ പരസ്യം പങ്കുവച്ചതടക്കം കുറ്റമെന്ന് ചാർജ് മെമ്മോയിൽ പറയുന്നു. കൃഷിവകുപ്പിന്റെ കാംകോ പവർ വീഡർ പരസ്യം പങ്കുവച്ചത് മറ്റൊരു ഉദ്ദേശത്തോടു കൂടിയാണ്. ജയതിലകിനെതിരെയും K ഗോപാലകൃഷ്ണനെതിരെയും അപകീർത്തികരമായ പരാമർശം നടത്തിയെന്നും ചാർജ് മെമ്മോയിലുണ്ട്. ബേബി വിനോദ് നൽകും വിവരങ്ങൾ. വിനോദ, ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരായ പരസ്യ വിമർശനത്തിലടക്കം N പ്രശാന്തിന് ചാർജ് മെമ്മോയാണോ? എന്തൊക്കെയാണ് ഈ ചാർജ് മെമ്മോയിൽ പ്രധാനമായും പറയുന്നത്? കഴിഞ്ഞ ദിവസം ഉള്ള ചാർജും അത് K ഗോപാലകൃഷ്ണനെതിരെയുള്ള ചാർജ് മെമ്മോയായിരുന്നു. അതിൽ ഗോപാലകൃഷ്ണനെ പരമാവധി സംരക്ഷിക്കാൻ ശ്രമിച്ച ചീഫ് സെക്രട്ടറിയാണ് ഇപ്പോൾ N പ്രശാന്തിനെതിരെയുള്ള ചാർജ് മെമ്മോയിൽ ഓരോ കാര്യങ്ങളും അക്കമിട്ട് നിരത്തി അതൊരു കുറ്റപത്രം എന്ന നിലയ്ക്ക് തന്നെ, ശക്തമായ കുറ്റപത്രം എന്ന നിലയ്ക്ക് തന്നെ മാറ്റിയിരിക്കുന്നത്. അതിൽ കാംകോയുടെ പരസ്യം ഉപയോഗിച്ചു, അത് മറ്റൊരർത്ഥത്തിൽ ഉപയോഗിച്ചു, എതിരാളികളെ ആക്രമിക്കാൻ അല്ലെങ്കിൽ മറ്റ് IAS ഉദ്യോഗസ്ഥരെ അപമാനിക്കുന്നതിന് വേണ്ടി ഈ പരസ്യ ചിത്രം പോലും ഉപയോഗിച്ചു എന്നതാണ്. കളപറിക്കാൻ ഇറങ്ങുകയാണ് കർഷകനല്ലേ എന്ന ചോദ്യം അത് വെച്ചിട്ട് കാംകോയുടെ ഒരു പരസ്യമുണ്ടായിരുന്നു. ആ പരസ്യം പ്രശാന്ത് മറ്റൊരു തരത്തിൽ ഉപയോഗിച്ചു എന്ന വ്യാഖ്യാനമാണ് ഇതിലുള്ളത്. ജയതിലകുമായുള്ള തർക്കം മുതിർന്ന IAS ഉദ്യോഗസ്ഥനെ ആക്ഷേപിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ ഒരു നീക്കം നടത്തിയെന്ന് ഒരു വിലയിരുത്തലോടുകൂടിയാണ് ഈ ചാർജ് മെമ്മോയിൽ കാര്യങ്ങൾ പറയുന്നത്. അതോടൊപ്പം തന്നെ IAS ഉദ്യോഗസ്ഥരെ മറ്റ് IAS ഉദ്യോഗസ്ഥരെ അപകീർത്തിപ്പെടുത്താൻ സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും ശ്രമിച്ചു എന്ന കാര്യം കൂടി ഈ ചാർജ് മെമ്മോയിൽ പറയുന്നുണ്ട്. N പ്രശാന്തും ഇപ്പോൾ സസ്പെൻഷനിൽ തുടരുന്ന ഉദ്യോഗസ്ഥനാണ്. K ഗോപാലകൃഷ്ണനും സസ്പെൻഷനിൽ തുടരുന്നു. മതാടിസ്ഥാനത്തിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയതിനായിരുന്നു ഗോപാലകൃഷ്ണനെ സസ്പെൻഡ് ചെയ്തത്. ജയതിലകുമായുള്ള സീനിയർ IAS ഉദ്യോഗസ്ഥനുമായുള്ള തർക്കവും ആ തർക്കത്തെ തുടർന്ന് പരസ്യമായി വിമർശനം ഉന്നയിക്കുകയും ചെയ്തതിനായിരുന്നു പ്രശാന്തിനെതിരെയുള്ള നടപടി. എന്നാൽ ഈ രണ്ട് ഉദ്യോഗസ്ഥർ തമ്മിലുള്ള ചേരിപ്പോര് അതിൽ വലിയ ശക്തമായ നടപടി എടുക്കുമ്പോൾ ഹിന്ദു വാട്സ്ആപ്പ് ഗ്രൂപ്പ്, മല്ലു ഹിന്ദു ഓഫീസേഴ്സ് എന്ന പേരിൽ ആദ്യം വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുകയും പിന്നീട് മുസ്ലിം ഓഫീസർമാരുടെ പേരിൽ വീണ്ടും ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുകയും ചെയ്ത ഗോപാലകൃഷ്ണന് അവിടെ ഒരു വിധത്തിൽ ക്ലീൻ ചിറ്റ് എന്ന് തന്നെ പറയാം. ഉദ്യോഗസ്ഥരെ തമ്മിൽ ഭിന്നത ഉണ്ടാക്കാൻ ശ്രമിച്ചു അല്ലെങ്കിൽ അവരെ തമ്മിൽ തർക്കമുണ്ടാകുന്ന തരത്തിൽ ഇടപെടൽ നടത്തി എന്ന ചില പരാമർശങ്ങൾ നടത്തി പോകുന്നതല്ലാതെ നേരത്തെ സർക്കാർ സസ്പെൻഡ് ചെയ്തപ്പോഴുള്ള ചട്ടലംഘനങ്ങൾ അത് ചൂണ്ടിക്കാണിക്കാതുള്ള ഒരു ചാർജ് മെമ്മോ ഗോപാലകൃഷ്ണന്റെ പേരിൽ നൽകുകയും അതേസമയം പ്രശാന്തിന് അദ്ദേഹം ചെയ്ത കാര്യങ്ങളെല്ലാം തന്നെ വിശദീകരിച്ചുകൊണ്ടുള്ള ഒരു ചാർജ് മെമ്മോ തയ്യാറാക്കി നൽകുകയും ചെയ്യുന്ന തരത്തിലുള്ള നടപടിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഏതായിരുന്നാലും N പ്രശാന്തിനെതിരെ കൂടുതൽ കടുത്ത നടപടികൾ ഉണ്ടാകുന്നു. അതേസമയം ഗോപാലകൃഷ്ണനെ
ഒരു വശത്ത് അദ്ദേഹത്തിന് വലിയ നിയമ പോരാട്ടം ഇല്ലാതെ തന്നെ സർവീസിൽ തിരിച്ചെത്താൻ കഴിയുന്ന സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ഭവ്യ. ശരി, വിനോദാണ് വിശദവിവരങ്ങൾ പങ്കുവച്ചത്. അവർ അറസ്റ്റിലായിട്ടും ദുരൂഹത നീങ്ങുന്നില്ല. തിരുവനന്തപുരം പാലോട് യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർത്താവും സുഹൃത്തും റിമാൻഡിൽ. ഭർത്താവ് അഭിജിത്ത്, സുഹൃത്ത് അജാസ് എന്നിവരാണ് റിമാൻഡിലായത്. ഇരുവരുടെയും മാനസിക ശാരീരിക പീഡനങ്ങളിൽ മനം നൊന്ത് ഇന്ദുജ ആത്മഹത്യ ചെയ്തു എന്നാണ് പോലീസ് കണ്ടെത്തൽ. 2 ദിവസമായി തുടരുന്ന അന്വേഷണത്തിനൊടുവിലാണ് തിരുവനന്തപുരം പാലോട്ടെ നവവധുവിന്റെ മരണത്തിൽ ഭർത്താവ് അഭിജിത്ത്, സുഹൃത്ത് അജാസ് എന്നിവർ അറസ്റ്റിലായത്. അഭിജിത്തിനെതിരെ ഭർത്തൃപീഡനം, ആത്മഹത്യാ പ്രേരണ, ദേഹോദ്രവമേൽപ്പിക്കൽ എന്നീ വകുപ്പുകൾ ചുമത്തി. അജാസിനെതിരെ പട്ടികജാതി പീഡനം, ദേഹോദ്രവമേൽപ്പിക്കൽ, ആത്മഹത്യാ പ്രേരണ തുടങ്ങിയ വകുപ്പുകളും ചാർത്തി. ആത്മഹത്യയ്ക്ക് തൊട്ടുമുൻപ് ഇന്ദുജയ്ക്ക് ഫോൺ വിളി വന്നതായി അഭിജിത്തിന്റെ അമ്മൂമ്മ മൊഴി നൽകിയിരുന്നു. ഇത് അജാസിന്റേതാണെന്നും പോലീസ് കണ്ടെത്തി. ഇതിനു പിന്നാലെ മുകളിലത്തെ നിലയിലെ മുറിയിലേക്ക് പോയി ജനൽ കമ്പിയിൽ ഇന്ദുജ തൂങ്ങി മരിച്ചുവെന്നാണ് കരുതുന്നത്. അഭിജിത്തിന്റെയും അജാസിന്റെയും മാനസിക പീഡനമാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്നാണ് പോലീസ് കണ്ടെത്തൽ. ഇന്ദുജയ്ക്ക് മർദ്ദനമേറ്റതായും വ്യക്തമായിരുന്നു. ആത്മഹത്യയ്ക്ക് 2 ദിവസം മുൻപാണ് അജാസ് കാറിനുള്ളിൽ വെച്ച് ഇന്ദുജയെ മർദ്ദിച്ചത്. അഭിജിത്തിനെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഇക്കാര്യം വ്യക്തമായത്. അഭിജിത്ത് ഇന്ദുജയെ ഒഴിവാക്കാൻ ശ്രമിച്ചിരുന്നതായാണ് സൂചന. ഇരുവരുടെയും വിവാഹം രജിസ്റ്റർ ചെയ്തിരുന്നില്ല. അജാസുമായി ഇന്ദുജ നേരത്തെ സൗഹൃദത്തിലായിരുന്നു. ആത്മഹത്യയിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ഇന്ദുജയുടെ കുടുംബം നേരത്തെ പോലീസിൽ പരാതി നൽകിയിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. മറ്റു വാർത്തയിലേക്ക്. പ്രാദേശിക വിഭാഗീയത ഉണ്ടാക്കുന്ന വെല്ലുവിളിക്കിടെ CPM ജില്ലാ സമ്മേളനങ്ങൾക്ക് നാളെ തുടക്കം. സംസ്ഥാന സമ്മേളനം നടക്കുന്ന കൊല്ലത്താണ് ആദ്യ ജില്ലാ സമ്മേളനം. ഫെബ്രുവരി 9 മുതൽ 11 വരെ തൃശൂരിൽ നടക്കുന്ന സമ്മേളനത്തോടെ ജില്ലാ സമ്മേളനങ്ങൾ പൂർത്തിയാകും. മാർച്ച് ആദ്യം സംസ്ഥാന സമ്മേളനവും ഏപ്രിലിൽ മധുരയിൽ പാർട്ടി കോൺഗ്രസും നടക്കും. CPIM സിന്ദാബാദ്, CPIM സിന്ദാബാദ്, രക്തസാക്ഷികൾ സിന്ദാബാദ്, രക്തസാക്ഷികൾ സിന്ദാബാദ്, രക്തസാക്ഷികൾ അമരന്മാർ, രക്തസാക്ഷികൾ അമരന്മാർ, അമരന്മാർ അവർ അനശ്വരന്മാർ, അമരന്മാർ അവർ അനശ്വരന്മാർ. വിഭാഗീയതയുടെ കാലം കഴിഞ്ഞെന്ന് വീമ്പ് മുഴക്കുന്ന നേതൃത്വത്തിന്റെ മുഖത്തേറ്റ അടിയായിരുന്നു ബ്രാഞ്ച് മുതൽ ഏരിയ സമ്മേളനങ്ങൾ വരെ നീണ്ട കടുത്ത വിഭാഗീയ നീക്കങ്ങൾ. മുൻകാലത്തെ പോലെ സംഘടിത രൂപവും സംസ്ഥാന തലത്തിൽ ഏകോപനവുമില്ലെങ്കിലും ചെറുതല്ലാത്ത തലവേദനയാണ് പ്രാദേശിക വിഭാഗീയത CPMൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ആശയവൈരുദ്ധ്യങ്ങൾക്കപ്പുറം പദവികൾക്ക് വേണ്ടിയും വ്യക്തി താൽപര്യങ്ങളുടെ പേരിലുമാണ് പലയിടത്തുമുള്ള പ്രശ്നങ്ങൾ. തമ്മിൽ തല്ല് തെരുവിലേക്ക് നീണ്ട കൊല്ലത്തെ കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി പിരിച്ചുവിടേണ്ടി വന്നു. തിരുവനന്തപുരം മംഗലപുരത്ത് സമ്മേളന ഹാളിൽ നിന്നിറങ്ങി വന്ന മുൻ ഏരിയ സെക്രട്ടറി ചെന്നു നിന്നത് BJP ആസ്ഥാനമായ മാരാർജി ഭവനിൽ. പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ സമാന്തര കമ്മിറ്റി തന്നെ പ്രവർത്തിക്കുന്നു. ആലപ്പുഴയിൽ ജില്ലാ പഞ്ചായത്ത് അംഗമാണ് BJP പാളയത്തിലേക്ക് ചേക്കേറിയത്. ജില്ലകളിൽ വെല്ലുവിളികളെ മറികടക്കാനുള്ള ശ്രമങ്ങൾ നേതൃത്വം നടത്തുന്നുണ്ടെങ്കിലും ഒട്ടും ആശാവഹമല്ല കാര്യങ്ങൾ. ഏരിയ സമ്മേളനം വരെ ഉണ്ടായ വിഭാഗീയ നീക്കങ്ങൾ ജില്ലാ സമ്മേളനത്തിലേക്ക് വ്യാപിച്ചാൽ അത് പാർട്ടിക്ക് നാണക്കേടാകും. സർക്കാരിനും സർക്കാരിൻ്റെ നയങ്ങൾക്കുമെതിരെ വലിയ വിമർശനങ്ങൾ സമ്മേളനങ്ങളിൽ ഉയർന്നിരുന്നു. ജില്ലാ സമ്മേളനത്തിലും അതിന് കുറവുണ്ടാകില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിനും തുടർന്നുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും അണികളെ സജ്ജമാക്കുക കൂടിയാണ് CPM സമ്മേളനത്തിലൂടെ ലക്ഷ്യമിടുന്നത്. തുടർഭരണത്തിൽ തുടർച്ച സ്വപ്നം കാണുന്ന പാർട്ടിക്കും മുന്നണിക്കും കരുത്ത് പകരുന്ന നേതൃത്വത്തെ തെരഞ്ഞെടുക്കുക എന്ന വലിയ വെല്ലുവിളിയാണ് CPMന് മുന്നിലുള്ളത്. ചില ജില്ലകളിലെങ്കിലും പുതിയ സെക്രട്ടറിമാർ വരും. സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് MV ഗോവിന്ദൻ തുടരും. സീതാറാം യെച്ചൂരിയുടെ പകരക്കാരനായി പുതിയ ജനറൽ സെക്രട്ടറിയെ പാർട്ടി കോൺഗ്രസ് തെരഞ്ഞെടുക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. BJP കോർ കമ്മിറ്റി യോഗം ഇന്ന് കൊച്ചിയിൽ. ഉപതെരഞ്ഞെടുപ്പ് ഫലവും തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തയ്യാറെടുപ്പുകളും യോഗം ചർച്ച ചെയ്യും. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ BJPക്ക് നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നും ഇതിൽ സംസ്ഥാന നേതൃത്വത്തിന്റെ അടക്കം വീഴ്ച ഉണ്ടായോ എന്നുമുള്ള ആരോപണവും പാർട്ടിക്കകത്ത് ശക്തമാണ്. കേരള ഘടകത്തിന്റെ ചുമതലയുള്ള പ്രകാശ് ജാവദേക്കർ, സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ, കോർ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കും. ഞങ്ങൾ കേരളത്തിൽ 140 നിയോജകമണ്ഡലം പിടിക്കാനുള്ള തയ്യാറെടുപ്പില്ല. ഞങ്ങൾക്ക് അനുകൂലമായ സാഹചര്യമാണ് കേരളത്തിൽ. പ്രത്യേകിച്ച് കേരളത്തിൽ മുനമ്പം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പാവപ്പെട്ട ക്രൈസ്തവ സഹോദരന്മാരെ പീഡിപ്പിക്കുന്നൊരു കാലയളവാണ്. അവർ കുടിയൊഴിപ്പിക്കപ്പെടാൻ വേണ്ടി പോവുക. ആ പീഡിതരായ ആളുകൾ അവരൊരു വലിയ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. ഞങ്ങളിന്ന് കേരളത്തിൽ വലിയ ശക്തിയാണ്. അതെ, ഒരു ഉപതെരഞ്ഞെടുപ്പിൽ തോറ്റു കഴിഞ്ഞാൽ എല്ലാം പോവുക. ഏത് രാജ്യത്താണ്? ഞാൻ ചോദിക്കട്ടെ, പാലക്കാട് സംഭവിച്ച് ജനങ്ങൾ വോട്ട് ചെയ്തില്ല. അത് ഞങ്ങൾ പരിശോധിക്കുമല്ലോ. ഇപ്പൊ ഞങ്ങൾ കേരളത്തിൽ
പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. കേരളത്തിൽ ഞങ്ങൾക്ക് ആകെ ഒരു MLA ഇതുവരെ ഉണ്ടായിരുന്നു. പല സമയത്തും ഞങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ട്. ആ പരാജയപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ വിലയിരുത്തി ഞങ്ങൾ വളരെ സന്തോഷകരമായ രീതിയിൽ ഞങ്ങൾ ഈ അധികാര രാഷ്ട്രീയത്തിന്റെ ഭാഗമല്ല, ആരും ഇല്ലാത്ത സമയത്ത് ഈ പോയി പിടിച്ച ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പ്രതീക്ഷിച്ചു ജയിച്ചില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ കെട്ടിപ്പിടിച്ച് കരയാൻ പറ്റുമോ? നവമി ദിനേശ് ചേർന്നു കൂടുതൽ വിവരങ്ങളുമായി. നവമി, പാലക്കാടൻ തോൽവി വലിയ തരത്തിലൊരു ഇളക്കം സൃഷ്ടിച്ചിരുന്നു. BJP സംസ്ഥാന നേതൃത്വത്തിൽ ഒരു തകർച്ചയിലേക്ക് പോലും അല്ലെങ്കിൽ നേതൃനിരയിൽ തന്നെ വലിയ ഭിന്നതയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചു എന്ന് സംശയത്തിന് അതീതമായി പറയാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോഴിതാ വീണ്ടും BJP കോർ കമ്മിറ്റി യോഗം ഇന്ന് കൊച്ചിയിൽ ചേരുമ്പോൾ പ്രധാനമായും ഇതൊക്കെ ചർച്ചയാവില്ലേ? മറ്റെന്തൊക്കെ തയ്യാറെടുപ്പിനാണ് BJP ഒരുങ്ങുന്നത്? വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഭവ്യ, വരും തിരഞ്ഞെടുപ്പുകൾ, തദ്ദേശ തിരഞ്ഞെടുപ്പുകൾ, നിയമസഭാ തിരഞ്ഞെടുപ്പൊക്കെ ഇനി മുന്നിൽ വരാനുണ്ട്. ഇതിലൊക്കെ ഏത് രീതിയിൽ വിജയം കൈവരിക്കാൻ വേണ്ടി ഏത് രീതിയിൽ പ്രവർത്തിക്കണമെന്ന് അടക്കമുള്ള കാര്യങ്ങളായിരിക്കും എന്തായാലും ഇന്നത്തെ കോർ കമ്മിറ്റി യോഗത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യുക. അതോടൊപ്പം തന്നെ പാലക്കാടേറ്റ തിരഞ്ഞെടുപ്പ് വലിയ പ്രതീക്ഷയിലായിരുന്നു BJP പാലക്കാട്. പക്ഷേ തുടക്കത്തിലൊക്കെ വലിയ രീതിയിൽ പോളിംഗ് ഉയർത്താൻ കഴിഞ്ഞുവെങ്കിൽ പോലും അവസാന നിമിഷം ഏറ്റ പരാജയം, അത് വലിയ രീതിയിൽ വിമർശനം ഉന്നയിക്കപ്പെട്ടൊരു സാഹചര്യമായിരുന്നു. അതും BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ മാറി നിൽക്കണമെന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ പല നേതാക്കളിൽ നിന്നും ഉയർന്നിരുന്നു. പല അണികളിൽ നിന്നുമൊക്കെ വലിയ രീതിയിൽ സുരേന്ദ്രനെതിരെ വലിയ വിമർശനം ഉയർന്നിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇന്ന് ചേരുന്ന കോർ കമ്മിറ്റി വളരെയേറെ പ്രസക്തമാകുന്നത്. പാലക്കാടേറ്റ തോൽവി, മറ്റ് വയനാട്, ഒപ്പം തന്നെ ചേലക്കരയിലേറ്റ വലിയ രീതിയിലുള്ള വോട്ടിലെ ഒരു കുറവ്, ഇതെല്ലാം തന്നെ ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ നേതാക്കൾ പറയുന്നത് പാലക്കാടേറ്റ തോൽവി അത് ചർച്ചയാകില്ല എന്ന് പറയുമ്പോൾ കൂടിയും നേതാക്കൾ അത് രൂക്ഷമായി തന്നെ കമ്മിറ്റിയിൽ ഉന്നയിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. K. സുരേന്ദ്രൻ യോഗത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. അതോടൊപ്പം തന്നെ അപരാജിത സാരംഗി MP, പ്രകാശ് ജാവദേക്കർ, കേരള പ്രഭാരി V. മുരളീധരൻ, AN രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള നേതാക്കളും യോഗത്തിനായി എത്തിത്തുടങ്ങിയിട്ടുണ്ട്. ഇനി ടോം വടക്കനും അനിൽ ആന്റണി ഉൾപ്പെടെയുള്ള നേതാക്കളും ഉടൻ തന്നെ ഇവിടേക്ക് എത്തിച്ചേരുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഉച്ചവരെയായിരിക്കും ഇന്നത്തെ യോഗം. അതിൽ തെരഞ്ഞെടുപ്പിലേറ്റ തോൽവിയും ഇനി വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് അതെങ്ങനെ നേരിടണം, കൂടുതൽ വിജയം എങ്ങനെ കൈവരിക്കാം എന്നതടക്കമുള്ള കാര്യങ്ങളായിരിക്കും പ്രധാനമായും ചർച്ച ചെയ്യുക. ഉച്ചവരെയായിരിക്കും ഇന്ന് യോഗം തുടരുന്നത്. ശരി, നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. യാക്കോബായ സഭ പരമാധ്യക്ഷൻ ഇഗ്നാത്തിയോസ് അപ്രേം ദ്വിതീയൻ പാത്രിയാർക്കീസ് ബാവ ഇന്ന് വിശ്വാസ സമൂഹത്തെ അഭിസംബോധന ചെയ്യും. കാലം ചെയ്ത ശ്രേഷ്ഠ കാതോലിക്ക ബാവ ബസേലിയൂസ് തോമസ് പ്രഥമന്റെ 40ാം ഓർമ്മദിനത്തിന്റെ ചടങ്ങുകളുടെ ഭാഗമായാണ് അഭിസംബോധന. പുതിയ കാതോലിക്ക ബാവയുടെ ഔദ്യോഗിക പ്രഖ്യാപനം, സഭാ തർക്കങ്ങളിലെ ചർച്ച എന്നിവ വിശ്വാസികളോട് പങ്കുവയ്ക്കുമെന്നാണ് പ്രതീക്ഷ. നടൻ ദിലീപിന് ശബരിമല ദർശനത്തിന് പ്രത്യേക സൌകര്യം ഒരുക്കിയതുമായി ബന്ധപ്പെട്ട വിഷയം ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. പോലീസ് അകമ്പടിയോടെ ദിലീപ് അടക്കമുള്ളവർ ശബരിമല ദർശനത്തിനെത്തിയത് സംബന്ധിച്ച കോടതി വിശദമായി റിപ്പോർട്ടാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കരുതെന്ന് കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദർശനം സംബന്ധിച്ച CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് തീരുമാനമെടുക്കാമെന്നാണ് ദേവസ്വം ബെഞ്ചിന്റെ തീരുമാനം. പത്തനംതിട്ട പമ്പ വാലിയിൽ ശബരിമല തീർത്ഥാടകർക്ക് ഇടയിലേക്ക് നിയന്ത്രണം വിട്ട കാർ പാഞ്ഞുകയറി 3 പേർക്ക് ഗുരുതര പരിക്ക്. തമിഴ്നാട് സ്വദേശികൾക്കാണ് പരിക്കേറ്റത്. ശശിനാരായണൻ നൽകും വിവരങ്ങൾ. ശശിനാരായണിലേക്ക് എത്താം ഉടൻ തന്നെ. എന്നാലും വലിയ അപകടമുണ്ടായെന്നാണ് മനസ്സിലാക്കുന്നത്. ശബരിമല തീർത്ഥാടകർക്കിടയിലേക്ക് നിയന്ത്രണം വിട്ട കാർ പാഞ്ഞു കയറുകയായിരുന്നു. പത്തനംതിട്ട പമ്പ വാലിയിലാണ് ഈ സംഭവം ഉണ്ടായത്. 3 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. തമിഴ്നാട് സ്വദേശികൾക്കാണ് പരിക്കേറ്റതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഇപ്പോൾ വ്യാപിക്കുന്ന സാഹചര്യമാണുള്ളത്. ഇത്തരത്തിലുള്ള അപകടങ്ങൾ കുറേ എണ്ണം ദിവസവും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശബരിമല തീർത്ഥാടകരൊക്കെ ഒന്ന് ജാഗ്രത പാലിക്കേണ്ട സാഹചര്യം കൂടിയാണ്. ശശിനാരായണൻ ചേരുന്ന വിവരങ്ങളുമായി. ശശിനാരായണൻ, വലിയ അപകടമാണ് ഉണ്ടായത്. ഈ അപകടത്തിൽപ്പെട്ട ആളുകളുടെ അവസ്ഥ എന്താണ്? വിവരങ്ങൾ എങ്ങനെയാണ്? ഇന്ന് രാവിലെയാണ് ഇത്തരമൊരു അപകടം ഉണ്ടായത്. എരുമേലിക്ക് സമീപമുള്ള കണമല ആണ് അപകടം നടന്നത്. ഈ വഴിയരികിൽ തീർത്ഥാടക ശബരിമല ദർശനം കഴിഞ്ഞ ശേഷം ഭക്ഷണം കഴിച്ചുകൊണ്ട് ഇരിക്കുന്നതിന്റെ ഇടയിലാണ്
ഈ കാർ നിയന്ത്രണം വിട്ട് പാഞ്ഞു കയറിയത്. 4 പേർക്കാണ് പരിക്ക് പറ്റിയത്. 3 പേരുടെയും പരിക്കും ഇച്ചിരി ഗുരുതരമാണ്. ഒരാളുടെ നില അതീവ ഗുരുതരമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. 3 പേരെയും ഈ പരിക്ക് പറ്റിയ 3 പേരെയും എരുമേലിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും തുടർന്ന് അവിടുന്ന് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ കാറ് ഒരു ബൈക്കിനെ ഇടിച്ചതിന് ശേഷമാണ് ഈ തീർത്ഥാടകർ വഴിയിരിക്കുന്ന ഭക്ഷണം കഴിക്കുന്ന ഇടയിലേക്ക് പാഞ്ഞു കയറിയത് എന്നാണ് പോലീസ് നമുക്ക് അവിടെ നിന്ന് നൽകുന്ന വിവരം. ആ ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് 4 പേരാണ് ഉണ്ടായിരുന്നത്. 4 പേരിലും 3 പേർക്കാണ് ഈ കാറിൽ പാഞ്ഞു കയറിയുള്ള അപകടം ഉണ്ടായത്. ഇവർ ഉടൻ തന്നെ അവിടെ നിന്ന് ആളുകളും നാട്ടുകാരും അടക്കമുള്ള ആളുകൾ പെട്ടെന്ന് തന്നെ എരുമേലി ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. എന്തായാലും അവിടുന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നാണ് അറിയുന്നത്. കൈകാലുകൾ ഒടിയും തലയ്ക്കൊക്കെ ഗുരുതരമായ പരിക്ക് ഈ തീർത്ഥാടകർക്ക് ഉണ്ട്. തമിഴ്നാട് സ്വദേശികളായ തീർത്ഥാടകരാണ് ഈ അപകടത്തിൽ പെട്ടത്. കാറ് ദർശനം കഴിഞ്ഞ് ശബരിമല ദർശനം കഴിഞ്ഞ് ചങ്ങനാശ്ശേരി സ്വദേശിയാണ് ഈ കാറ് ഉറങ്ങിപ്പോയതാകാം അപകടം എന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഈ തീർത്ഥാടകരെ ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ മാറ്റാനുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഒരാളുടെ നില ഇക്കാര്യത്തിൽ ഗുരുതരമാണ്. 2 പേരുടെ പരിക്കും സാരമായ പരിക്കും ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. ശരണമന്ത്ര മുഖരിതം സന്നിധാനം. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മിൽമ ഗീ. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. ശബരിമലയിൽ ഭക്തജന തിരക്കിന് നേരിയ കുറവ്. ഇന്നലെ 67,477 തീർത്ഥാടകരാണ് ദർശനത്തിനെത്തിയത്. സമീപ ദിവസങ്ങളിൽ ഏറ്റവും കുറവ് തീർത്ഥാടകർ എത്തിയത് ഇന്നലെയാണ്. 13,145 പേർ സ്പോട്ട് ബുക്കിംഗ് വഴി ഇന്ന് ദർശനം നടത്തി. വരും ദിവസങ്ങളിൽ തിരക്ക് വർദ്ധിക്കുമെന്നാണ് ബോർഡിന്റെയും പോലീസിന്റെയും കണക്കുകൂട്ടൽ. ശബരിമലയിൽ ഇന്നലെയാണ് ഒരല്പം ഭക്തജന തിരക്കിന് കുറവ് വന്നത്. പക്ഷേ ഇന്ന് അതുപോലെയല്ല സാഹചര്യം. രാവിലെ മുതൽ നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ സമീപ ദിവസങ്ങളിൽ ഏറ്റവും കുറവ് തിരക്ക് അനുഭവപ്പെട്ടത് ഇന്നലെയായിരുന്നു. 67,477 പേരാണ് ഇന്നലെ ഹരിവരാസനം പാടി നട അടയ്ക്കുന്ന സമയം വരെ 18-ാം പടി ചവിട്ടി ദർശനം നടത്തിയത് എന്നുള്ളതാണ് കണക്ക്. എന്തായാലും സ്പോട്ട് ബുക്കിംഗ് വഴി ഏതാണ്ട് 13,000-ൽ പരം ആളുകളും ദർശനം നടത്തി. പക്ഷേ ഇന്ന് രാവിലെ ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണുന്നത് പോലെ തന്നെയാണ് സാഹചര്യം. നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. രാവിലെ 8 മണി വരെയുള്ള കണക്കുകൾ പ്രകാരം തന്നെ 30,000-ൽ പരം ആളുകൾ സന്നിധാനത്ത് ദർശനം നടത്തി. അതായത് സാധാരണഗതിയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതുപോലെ ഒരു 75,000, 80,000-ന് മുകളിലേക്ക് തിരക്ക് അനുഭവപ്പെടാനുള്ള ഒരു സാഹചര്യമാണ് ഇന്ന് രാവിലെ നമുക്ക് കാണാൻ സാധിച്ചത് എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും ഒരു കാര്യം ഉള്ളത്, ഈ വലിയ തിരക്കുണ്ടെങ്കിൽ പോലും കാര്യമായ ഒരുപാട് ദൂരെ നിന്നൊന്നും അങ്ങനെ ക്യൂ നിൽക്കേണ്ടി വരുന്ന സാഹചര്യം സന്നിധാനത്തില്ല. പ്രത്യേകിച്ച് ഈ നടപ്പന്തലിൽ മുതലാണ് ഇന്ന് രാവിലെയും ഈ നമ്മൾ ഈ കാണുന്ന തിരക്ക് ഉള്ള സമയത്ത് പോലും ക്യൂ ഉണ്ടായത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഏതാണ്ട് 92,000 പേർ കയറി 5-ാം തീയതിയൊക്കെയാണ് മരക്കൂട്ടം വരെയുള്ള ക്യൂ നീണ്ടത്. അതിനുശേഷം ചില ദിവസങ്ങളിലെങ്കിലും ശരംകുത്തിയിലേക്കുള്ള കയറ്റം വരെയും തിരക്ക് ഉണ്ടായിരുന്നു. എന്തായാലും നിലവിൽ ഇന്ന് രാവിലെയും വീണ്ടും തിരക്ക് കൂടുന്നു. ഈ തിരക്കിന്റെ കാര്യത്തിൽ ഒരു കൃത്യമായ പ്രവചനം സാധ്യമല്ല. ഏത് ദിവസം വേണമെങ്കിലും തിരക്കുണ്ടാകാം, തിരക്ക് കുറയാം. ഇതൊക്കെയാണ് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത് അധികൃതർ. എന്തായാലും ശബരിമലയിൽ പൊതുവെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും അതായത് തിരക്കുകൾ മാറി മാറി വരുമ്പോഴും വളരെ സമാധാനപൂർണമായ സുഗമമായ ഒരു തീർത്ഥാടനം പുരോഗമിക്കുന്നു എന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയാം. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിച്ചത് മിൽമ ഗീ. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. വളരെ പ്രധാനപ്പെട്ട മറ്റു ചില വാർത്തകളിലേക്ക് എത്താനുണ്ട്. അതിനു മുൻപൊരു ഇടവേള കൂടി. ചികിത്സ വേണ്ടത് ഡോക്ടർക്ക്. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിൽ പ്രസവത്തെ തുടർന്ന് നവജാത ശിശുവിന്റെ കൈ തളർന്നുപോയതായി വീണ്ടും പരാതി. ആര്യാട് പഞ്ചായത്തിൽ രമ്യ അഖേഷ് ദമ്പതികളുടെ കുഞ്ഞിന്റെ കൈയാണ് ഞരമ്പുകൾക്ക് പരിക്കുപറ്റി തളർന്നുപോയത്. വാക്വം ഡെലിവറിയിലൂടെ കുഞ്ഞിനെ പുറത്തെടുത്തത് ആരോപണ വിധേയയായ ഡോക്ടർ പുഷ്പയാണെന്ന് കുടുംബം പറഞ്ഞു. ഗുരുതര സംഭവം ചൂണ്ടിക്കാട്ടി കുട്ടിയുടെ മാതാപിതാക്കൾ ആരോഗ്യമന്ത്രിക്ക് പരാതി നൽകി. വനിതാ ശിശു ആശുപത്രിയിൽ പ്രസവത്തിലെ പിഴവ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന 4ാമത്തെ സംഭവമാണിത്. ന്യൂസ് 18 അന്വേഷണം.
ആ വർഷം 3 പിള്ളേർക്ക് ഉണ്ടായിട്ടുണ്ട്. ഇദ്ദേഹം ഈ പരാതിയാണ് എന്നോടൊന്ന് പറഞ്ഞിട്ട് പോയില്ലേ. അതിനുശേഷം ആ 2 പേരെയും ഞാനിവിടെ ഒന്ന് വരുത്തി കണ്ടു. അവർ 2 പേരും മെഡിക്കലായിട്ട് ഇരിക്കുകയാണ്, യാതൊരു പ്രശ്നവുമില്ല. നമുക്ക് മൊത്തം 2200ഓളം ഡെലിവറി ഉണ്ടായിരുന്നു. അതിൽ 3 പേർക്കാണ് ഈ കൈക്ക് പ്രോബ്ലം ഉണ്ടായത്. അല്ല, അതിന് മുന്നേ ഇവർക്കെതിരെ റിപ്പോർട്ടുണ്ട്. അതിന് മുന്നേ ഇവർക്കെതിരെ 3-4 നെഗ്ലിജൻസ് ഓൾറെഡി നെഗ്ലിജൻസ് ഉണ്ട് ഓൾറെഡി ഉണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ വെക്കുന്നത്? കൈക്ക് ബലമില്ലല്ലോ മാഡം, കൈ കുത്തുന്നില്ല. ഇപ്പോൾ കേട്ട ശബ്ദ സംഭാഷണം ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയുടെ സൂപ്രണ്ട് ഡോക്ടർ ദീപ്തിയുടേതാണ്. പ്രസവത്തിനിടയിൽ ഞരമ്പുകൾക്ക് പരിക്ക് പറ്റി കൈ തളർന്നു പോയ കുഞ്ഞിന്റെ അച്ഛൻ വിഷ്ണുവിനോട് ഡോക്ടർ പറയുന്നത് പ്രകാരം 1.5 വർഷം മുമ്പ് വിഷ്ണുവിന്റെ കുഞ്ഞിന് പ്രസവ സമയത്ത് പരിക്ക് പറ്റിയ അതേ കാലയളവിൽ ഡോക്ടർ പുഷ്പ പ്രസവമെടുത്ത 3 കുട്ടികൾക്ക് കൈയുടെ ചലനശേഷിയെ ബാധിക്കുന്ന ബ്രാക്കിൽ പ്ലെക്സസ് ഇഞ്ചുറി സംഭവിച്ചിരുന്നതായി വ്യക്തമാണ്. ഇനി 58 ദിവസം മാത്രം പ്രായമുള്ള ഈ കുഞ്ഞിനെ ഒന്ന് കാണണം. കഴിഞ്ഞ ഒക്ടോബർ 2-നാണ് രമ്യ ആകേഷ് ദമ്പതികൾക്ക് ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിൽ ഒരു പെൺകുഞ്ഞ് ജനിക്കുന്നത്. രമ്യയെ ചികിത്സിച്ചിരുന്നത് പ്രസവ സംബന്ധമായി നിരവധി കേസുകളിൽ ആരോപണ വിധേയയായ ഡോക്ടർ പുഷ്പയായിരുന്നു. ഓവർ ധൃതിയും സ്പീഡും എനിക്ക് അങ്ങനെ തോന്നുന്നു. മൊത്തം സ്പീഡാ. സമാധാനമായിട്ട് സമയത്തെടുത്ത് ചെയ്യാനായിട്ട് ആ ഡോക്ടറിന് സമയമില്ല. പുലർച്ചെ മുതൽ രാത്രി വരെ പ്രസവ വേദന കൊണ്ട് ബുദ്ധിമുട്ടിയ രമ്യയെ ശസ്ത്രക്രിയക്ക് വിധേയയാക്കാനുള്ള നിർദ്ദേശം ഉണ്ടായില്ല. ഒടുവിൽ അവശയായപ്പോൾ വാക്വം ചെയ്ത് കുഞ്ഞിനെ പുറത്തെടുത്തു. പിന്നീട് സംഭവിച്ചത് കുടുംബം പറയും. എനിക്ക് സംഭവിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് ശ്വാസം നന്നായിട്ട് കിട്ടുന്നതായിരുന്നു. കുറച്ച് പേര് ഓക്സിജൻ മാസ്ക് ഒക്കെ വെച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു ശ്വാസം കുറയുമ്പോൾ നീ മുകളിലോട്ടും ശ്വാസം എടുക്കണമെന്ന് പറഞ്ഞു. കുറേ പേര് പറഞ്ഞ് പുഷും ചെയ്യണമെന്ന് പറഞ്ഞു. എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്തപ്പോഴത്തേക്ക് കൊച്ചിൻ്റെ തല ഇവിടെ വരെ വന്നു കഴിഞ്ഞ് വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എനിക്കൊരു എല്ലാവരും ഇങ്ങനെ സപ്പോർട്ടല്ല ചെയ്തപ്പോൾ ഇങ്ങനെ ഫണ്ടൽ പ്രഷറൊക്കെ തോന്നിയിരുന്നെങ്കിൽ പെട്ടെന്ന് അങ്ങനെ നോർമൽ ഡെലിവറി ആയിപ്പോയല്ലേ. അതിനു മുന്നേ അവർ വാക്കുവിട്ട് അങ്ങ് എടുത്തു. അങ്ങനെയായിരുന്നു. പ്രസവത്തെ തുടർന്ന് വലതു കൈയിലേക്കുള്ള ഞരമ്പുകൾക്ക് പരിക്ക് പറ്റിയ കുഞ്ഞ് കൈ ഉയർത്തുകയോ മറ്റൊന്നും ചെയ്യുകയോ ചെയ്യില്ല. പേശികൾക്ക് ബലമില്ലാത്ത വിധം തളർന്നു കിടക്കുകയാണ്. നവജാത ശിശുവിന് സംഭവിച്ചത് പ്രസവ സമയത്തുണ്ടായ പരിക്കാണെന്ന് മെഡിക്കൽ കോളേജിലെ ചികിത്സാ രേഖകൾ വ്യക്തമാക്കുന്നു. പ്രസവ സമയത്ത് നാഡികൾക്ക് പരിക്ക് പറ്റിയ ബ്രാക്കിയൽ പ്ലെക്സസ് ഇഞ്ചുറി മൂലമുണ്ടായ എറിഫ് പാൾസിയാണ് കുഞ്ഞിനെന്ന് വണ്ടാനം മെഡിക്കൽ കോളേജിലെ ഓർത്തോപീഡിയാട്രീഷ്യൻ റഫറൻസ് ഷീറ്റിൽ കുറിച്ചിരിക്കുന്നു. ഇനിയാണ് ഏറ്റവും വലിയ കള്ളക്കളി. വനിതാ ശിശു ആശുപത്രിയിൽ പ്രസവ സംബന്ധമായി ചികിത്സയിലിരിക്കെ തന്നെ പലതവണ ജനറൽ ആശുപത്രിയിലെ ഓർത്തോപീഡിയാട്രിക് വിഭാഗത്തിലേക്ക് ഈ നവജാത ശിശു റഫർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഡിസ്ചാർജ് സമ്മറിയിൽ കുട്ടിയുടെ നാഡികൾക്കേറ്റ പരിക്കോ റഫർ ചെയ്യപ്പെട്ടതിനെ പറ്റിയോ എവിടെയും കുറിക്കപ്പെട്ടിട്ടില്ല. രേഖകൾ പ്രകാരം രമ്യയുടെ കുട്ടി പൂർണ്ണ ആരോഗ്യവാനാണ്. ഇങ്ങനെ തിരിച്ചിട്ട് ഇങ്ങനെ എല്ലാ ദിവസവും എക്സസൈസ് ഒക്കെ ചെയ്ത് ഇങ്ങനെ കൊടുക്കുക നേരെ ആകാനായിട്ട്. ഈ ഭാഗം ഇങ്ങനെ തിരിച്ചാണല്ലേ കുഞ്ഞു വെക്കുന്നത്. ഈ ഭാഗത്തിന്റെ തന്നെ മടക്കത്തുമില്ല. ഈ കൈ വിരലിങ്ങനെ നിവർത്തത്തുമില്ല. ഇങ്ങനെ തളത്തിട്ടിരുന്നുണ്ട തന്നെ പൊക്കി മടക്കത്തുമില്ല. അംഗവൈകല്യത്തോടെ കുഞ്ഞു ജനിച്ച സംഭവം. ജനനസമയത്തെ പരിക്കിൽ 1.5 വയസ്സുകാരന് കൈയുടെ ചലനശേഷി ഇല്ലാതായ കേസ്. പ്രസവ നിർത്തൽ ശസ്ത്രക്രിയക്കിടയിൽ യുവതി മരിച്ച സംഭവം. ഇത്തരം പരാതികളിൽ പോലീസും ആരോഗ്യ വകുപ്പും ആരോപണ വിധേയയായ ഡോക്ടർക്കെതിരെ അന്വേഷണം നടത്തുന്നതിനിടയിലാണ് അത്യന്തം സങ്കടകരമായ ഗുരുതരമായ വീഴ്ചയുടെ പുത്തൻ കഥകൾ വനിതാ ശിശു ആശുപത്രിയെ സംബന്ധിച്ച് തെളിവ് സഹിതം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പൊതുജനാരോഗ്യ രംഗത്ത് ആശുപത്രികൾ പേരിന് മാത്രമുള്ള ജില്ലയാണ് ആലപ്പുഴ. നിരാലംബരായ മനുഷ്യരുടെ നിസ്സഹായാവസ്ഥയെ ചൂഷണം ചെയ്താണ് ആരോഗ്യവകുപ്പും സർക്കാരും ആരോപണ വിധേയരായവരെ സംരക്ഷിച്ചു പോകുന്നത്. കുറ്റാരോപിതരെ രക്ഷിക്കാൻ വേണ്ടി മാത്രം കൂടിയാലോചന നടത്തുന്ന മെഡിക്കൽ ബോർഡ് അംഗങ്ങൾ, ആരോഗ്യ വകുപ്പ് മന്ത്രി, നിങ്ങളെല്ലാവരും ഈ കുഞ്ഞിനെ ഒന്ന് കൺതുറന്ന് കാണണം. മനസാക്ഷിയുണ്ടെങ്കിൽ നടപടിയെടുക്കണം. ആലപ്പുഴ ആര്യാട് നിന്നും ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത ഞങ്ങളുടെ പ്രതിനിധി ശരണ്യ സ്നേഹജൻ തന്നെ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ശരണ്യ,
പ്രസവ നിർത്തൽ ശസ്ത്രക്രിയയ്ക്കിടെ യുവതി മരിച്ച സംഭവം 1, മണ്ണഞ്ചേരി സ്വദേശിയായ യുവതി പ്രസവത്തെ തുടർന്ന് മരിച്ച കേസ് അത് 2, കൈനഗിരി സ്വദേശി പ്രസവത്തെ തുടർന്ന് മരണാസന്നയായി പിന്നീട് രക്ഷപ്പെട്ട സംഭവം. ഇതിലെല്ലാം പ്രതിസ്ഥാനത്ത് ഇതേ ഡോക്ടർ തന്നെയായിരുന്നു. അവിടെയും തീർന്നില്ല. 1.5 വയസ്സുകാരന്റെ കൈ തളർന്നു പോയ കേസ് മറ്റൊന്ന്. പൂർണ്ണ അംഗവൈകല്യത്തോടെ ഒരു കുഞ്ഞ് ജനിച്ച സംഭവം അവിടെയും അവസാനിച്ചില്ല. നമ്മൾ നേരത്തെ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട വനിതാ ശിശു ആശുപത്രിയിലെ സൂപ്രണ്ടിന്റെ ശബ്ദ സംഭാഷണത്തിൽ 3 കുട്ടികൾക്ക് ഇത്തരത്തിൽ അംഗവൈകല്യമുണ്ടായി എന്ന് സംഭവിക്കുന്ന ഇന്ന് തുറന്നു പറയുന്ന സൂപ്രണ്ടിന്റെ ഓഡിയോ സന്ദേശം നമ്മൾ പുറത്തുവിട്ടു. അങ്ങനെ നോക്കുമ്പോൾ ഇത് 4ാമത്തെ കുട്ടിയല്ലേ? ആരുത്തരം പറയും ഇതിനൊക്കെ ശരണ്യ? തീർച്ചയായിട്ടും ഭവ്യ, ഗുരുതരമായ പിഴവാണ്, ഗുരുതരമായ ചികിത്സാ പിഴവാണ് WNC ആശുപത്രിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നത്. ഭവ്യ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ഒരു 6-7 മാസ കാലയളവിൽ WNCയുമായി ബന്ധപ്പെട്ട ഉയർന്നു വന്ന പരാതികളാണ് നേരത്തെ സൂചിപ്പിച്ചത്. അതിൽ തന്നെ 4 പോലീസ് കേസുകൾ ഉൾപ്പെടെ ഈ ഡോക്ടർക്കെതിരെ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ ആരോഗ്യവകുപ്പ് എന്ത് നടപടി സ്വീകരിച്ചു എന്നുള്ളതാണ് ഏറ്റവും പുതിയതായി നമുക്ക് നൽകാനുള്ള വിവരം. ഈ കുഞ്ഞിന്റെ ദയനീയ അവസ്ഥ തന്നെയാണ്. അതായത് കഴിഞ്ഞ ഒക്ടോബർ 2-ന് ആലപ്പുഴ ആര്യാട് സ്വദേശിയായ ആകേഷ് ഒപ്പം തന്നെ രമ്യ ദമ്പതികൾക്കാണ് WNC ആശുപത്രിയിൽ ഒരു പെൺകുഞ്ഞ് ജനിക്കുന്നത്. ആ കുഞ്ഞിന്റെ കൈക്കാണ് ഇപ്പോൾ ഞരമ്പുകൾക്ക്, അതായത് വാക്യൂം ഡെലിവറിയിലൂടെ കുഞ്ഞിനെ പുറത്തെടുത്ത ഘട്ടത്തിൽ കുഞ്ഞിന്റെ ഞരമ്പുകൾക്ക്, കഴുത്തിൽ നിന്ന് കൈയിലേക്ക് പോകുന്ന ഞരമ്പുകൾക്ക് തകരാർ സംഭവിക്കുകയും ഒപ്പം തന്നെ കുട്ടിക്ക് ബ്രാക്കിൽ പ്ലക്സസ് ഇഞ്ചുറി സംഭവിക്കുകയും ചെയ്യുന്നത്. തുടർന്ന് കുഞ്ഞിന്റെ കൈയുടെ താഴത്തേക്കുള്ള ചലനശേഷി നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് മെഡിക്കൽ കോളേജിലെ ചികിത്സാ രേഖകൾ വ്യക്തമാക്കുന്നത്. അതായത് കുഞ്ഞിന് എറിപ്സ് പാൾസി എന്ന അവസ്ഥയിലേക്ക് കുഞ്ഞിന്റെ കൈ പോയി എന്നുള്ളതാണ്. ഇപ്പോൾ ഓട്ടോറിക്ഷ തൊഴിലാളിയും ഒപ്പം തന്നെ വീട്ടമ്മയുമായ രമ്യയും ആകേഷും ഇപ്പോൾ ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ ഈ കുട്ടിയുമായി എല്ലാ ദിവസവും ചികിത്സയ്ക്ക് പോകേണ്ട ഗതികേടിലാണ് ആ കുടുംബം എന്നുള്ളതാണ്. ക്ഷമിക്കണം, ഈ കുടുംബം എന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ സംഭവങ്ങളിനകത്ത് നേരത്തെ ഭവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ WNC ആശുപത്രിയിലെ ഏറ്റവും അവസാനമായി പോലീസ് എടുത്ത കേസ് 1.5 വയസ്സുകാരൻ വിഹാന്റെ കൈ തളർന്നുപോയ സംഭവമാണ്. അതും സമാനമായ കേസാണ്. അതായത് ഈ കുട്ടിയെയും വാക്യൂം ചെയ്താണ് പുറത്തെടുത്തത്. വാക്യൂം ചെയ്ത് പുറത്തെടുത്ത ഘട്ടത്തിലാണ് ആ കുട്ടിയുടെ ഈ ഭാഗത്ത് ഞരമ്പിന് തകർച്ച സംഭവിക്കുന്നത്. ഇതിൽ മറ്റൊരു ഏറ്റവും ഗുരുതരമായ പ്രശ്നമുണ്ട്. അതായത് ഈ രക്ഷകർത്താക്കളെ മിസ്ലീഡ് ചെയ്യുക കൂടി ആശുപത്രി അധികൃതർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് 3 മാസം കഴിഞ്ഞാൽ ഇത് സ്വാഭാവികമായി നേരെ ആയിക്കോളും എന്നുള്ള ഒരു ഡയറക്ഷൻ അല്ലെങ്കിൽ നിർദ്ദേശമാണ് ആശുപത്രി അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഈ 1.5 വയസ്സുകാരൻ വിഹാന്റെ കേസിൽ ഉണ്ടായത്. തുടർന്ന് കുട്ടി നിരങ്ങാൻ തുടങ്ങിയപ്പോഴും കൈ കുത്താതായതോടുകൂടി ഇവർ ഗുരുതരാവസ്ഥയാണെന്ന് മനസ്സിലാക്കി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. അമൃത അടക്കമുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുമ്പോഴാണ് ഈ കുട്ടിക്ക് ആ തുടക്ക സമയത്ത് തന്നെ കിട്ടേണ്ട ചികിത്സ കിട്ടാതെ പോയതോടെ കൈ ഞരമ്പുകൾ ചുരുങ്ങിപ്പോകുന്ന സാഹചര്യത്തിലേക്ക് എത്തി എന്നുള്ളതാണ് ആ 1.5 വയസ്സുകാരന്റെ ഗതികെട്ട സാഹചര്യം. ആ അച്ഛനുമായി സംസാരിക്കുമ്പോൾ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ദീപ്തി തന്നെ പറയുന്നു, ആ 1.5 വർഷം മുമ്പ് നടന്ന ഡെലിവറികളിൽ 3 എണ്ണത്തിന് ഇതേ സമാനമായി ഡോക്ടർ പുഷ്പയുടെ കേസിൽ വാക്യൂം ഡെലിവറിയിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാക്കുന്നു. അവിടെയാണ് അത്തരത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ 1.5 വർഷം മുൻപ് നടന്ന സംഭവങ്ങളിൽ എന്ത് നടപടിയെടുത്തു ആരോഗ്യവകുപ്പ്? അത്തരത്തിലൊരു നടപടിയെടുക്കാൻ തയ്യാറായിരുന്നെങ്കിൽ ഇപ്പോഴുള്ള ഈ കുഞ്ഞുങ്ങളെങ്കിലും രക്ഷപ്പെട്ടേനെ. അവിടേക്ക് സാധാരണക്കാരൻ ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചിട്ട് വീണ്ടും പോകുന്നുണ്ടെങ്കിൽ അത് ആ സാധാരണക്കാരന്റെ ഗതികേട് കൊണ്ടാണ്. അത് ചൂഷണം ചെയ്യുകയാണോ ആരോഗ്യവകുപ്പ് എന്ന് ചോദിക്കാതിരിക്കാൻ സാധിക്കുന്നില്ല ശരണ്യ. തീർച്ചയായിട്ടും ഭവ്യ, നമുക്കറിയാം ഒരു കുട്ടിക്ക് ഒരു പ്രശ്നമുണ്ടായി അല്ലെങ്കിൽ ഒരു ആശുപത്രിയിൽ നിന്ന് മറ്റൊരു ആശുപത്രിയിലേക്ക് ഒരു കുട്ടി റെഫർ ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ 1 അവന്റെ കേസ് ഷീറ്റിൽ അത് രേഖപ്പെടുത്തണം, 2 അവിടെയുള്ള റഫറൻസ് രജിസ്റ്ററിൽ രേഖപ്പെടുത്തണം. മറ്റ് എല്ലാ ചികിത്സാ സംബന്ധമായ എല്ലാ കാര്യങ്ങളും അവിടുത്തെ റെക്കോർഡിക്കലായി രേഖപ്പെടുത്തിയ ശേഷമാണ് ഒരു കുഞ്ഞിനെ റെഫർ ചെയ്ത് മറ്റൊരു ആശുപത്രിയിലേക്ക് വിടുന്നത്. അതായത് ഡോക്ടർ ദീപ്തിയുടെ ശബ്ദ സംഭാഷണത്തിൽ നമ്മൾ കേട്ടതുപോലെ 3 കുട്ടികൾക്കും ഈ പ്രശ്നങ്ങൾ സംഭവിച്ച ഘട്ടത്തിൽ അത് ഡെലിവറി എടുത്ത ഡോക്ടർ പുഷ്പയാണെന്നും ഒപ്പം തന്നെ ഈ കുട്ടികൾക്ക് ഇങ്ങനെ സംഭവിച്ചിരുന്നു എന്നുള്ളതും തീർച്ചയായും അവിടെ രേഖാമൂലം ഉള്ളതാണ്. എന്നിട്ടും ആരോഗ്യ വകുപ്പിന് ആ ഘട്ടത്തിൽ എന്തുകൊണ്ട് റിപ്പോർട്ട് കൈമാറിയില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇപ്പോൾ ഇതാ ഏറ്റവും ഒടുവിൽ ഇരയാക്കപ്പെട്ടിരിക്കുന്നത് ഒരു പെൺകുഞ്ഞാണ്. ആ കുഞ്ഞിന്റെ വലത് കൈയാണ് ഇപ്പോൾ ഈ ഒരു സമാനമായ അവസ്ഥയിൽ എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. കുഞ്ഞിന്റെ കൈയുടെ മുട്ടിന് താഴത്തേക്ക് കുഞ്ഞിന്റെ കൈ ചലിപ്പിക്കാനാവില്ല. കുഞ്ഞിന്റെ കൈ കമിഴ്ന്നാണ് കിടക്കുന്നത്. സാധാരണ കുട്ടികൾ കളിക്കുന്നത് പോലെ ആ കുഞ്ഞ് കൈ ഉയർത്തുകയോ ഒന്നും ചെയ്യില്ല. ഇടത് കൈ മാത്രമാണ് കുട്ടി ഉപയോഗിക്കുക. ഈ 58 ദിവസത്തോളം ആവുന്നുള്ളൂ ആ കുഞ്ഞിന്റെ വലത് കൈ കയ്യിൽ
താഴ്ന്നു കിടക്കുന്ന ഒരു അവസ്ഥയാണ്. ആ രക്ഷകർത്താക്കൾ എങ്ങനെ ഇതിനെ സഹിക്കുമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അവർക്ക് നീതി കിട്ടേണ്ടേ? ഈ ഏറ്റവും പ്രധാനപ്പെട്ടത് എല്ലാ കേസുകളിലും മെഡിക്കൽ ബോർഡ്, ഇപ്പോൾ 1.5 വയസ്സുകാരൻ വിഹാന്റെ കേസിൽ പോലും പോലീസ് കേസെടുത്തിട്ടുണ്ടെങ്കിലും മെഡിക്കൽ ബോർഡ് കൂടി അതിനകത്ത് കുറ്റം കണ്ടുപിടിച്ചാൽ മാത്രമേ ഈ പോലീസിന് പോലും നിയമ നടപടിയിലേക്ക് കടക്കാൻ കഴിയൂ. പക്ഷേ പൂർണ്ണമായും ഏറ്റവും കൂടുതലായി ഡോക്ടർമാരടങ്ങുന്ന ഒരു സമിതി ഈ ഒരു വിഷയത്തെ പരിശോധിക്കുമ്പോൾ ഒരു ഘട്ടത്തിൽ പോലും അവർ സാധാരണക്കാരന് നീതി കിട്ടുന്ന രീതിയിലുള്ള ഒരു നടപടിയിലേക്ക് പോയിട്ടില്ല. നമുക്കറിയാം, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കത്രിക വെച്ച് തുന്നിയിട്ട് പോലും നീതി കിട്ടാത്തത്, കണ്ടെടുത്തിട്ട് പോലും നീതി കിട്ടാതെ സമരം ചെയ്യേണ്ട ഗതികേടിലേക്ക് ഇരയാക്കപ്പെട്ടവർ വന്നിരുന്നു. അതേ സമാനമായ സാഹചര്യം തന്നെയാണ് ഇപ്പോൾ ഭവ്യ ചോദിച്ച ചോദ്യം. അതായത് ഇത്രയധികം കേസുകൾ ഉണ്ടായിരുന്നല്ലോ, ആ കേസുകളിൽ ഒരാൾക്കെങ്കിലും നീതി കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ആർക്കും കിട്ടിയിട്ടില്ല എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാനാകും. ആ കുടുംബങ്ങളെയൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഇതാ ഏറ്റവും ഒടുവിലായി 2 മാസം പ്രായമുള്ള ഒരു പെൺകുഞ്ഞിനാണ് വലത് കൈ ഭാഗികമായ കുഞ്ഞിന്റെ തളർന്ന അവസ്ഥയിൽ ആ രക്ഷകർത്താക്കൾക്ക് കിട്ടിയത് എന്നുള്ളതാണ്. ഈ കുട്ടികളുടെ ഒന്നും തന്നെ കേസുകളിലൊന്നും ഒരു ഘട്ടത്തിലും സ്കാനിങ്ങിലോ മറ്റൊന്നിലും ഈ കുട്ടിയുടെ കൈക്കോ ചലനശേഷിക്കോ ഒന്നും ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല മെഡിക്കൽ തീർച്ചയായും എന്തായാലും ആരോഗ്യവകുപ്പ് കണ്ണടച്ചിരുട്ടാക്കുന്നത് ഇനിയെങ്കിലും അവസാനിപ്പിച്ചേ മതിയാകൂ. ഈ സാധാരണക്കാരായ കുഞ്ഞുങ്ങൾക്ക് നീതി ലഭിച്ചേ മതിയാകൂ. ഇത്തരം സംഭവങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കണം. പ്രിയപ്പെട്ട ആരോഗ്യമന്ത്രി അടക്കം ഇത് കാണുന്നുണ്ടെങ്കിൽ ഇനിയെങ്കിലും ഇടപെട്ടേ മതിയാകൂ എന്ന് പറയുകയാണ്. കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് വരും ബുള്ളറ്റിനിൽ കാണാം. പൂർണ്ണമാകുന്നു വാർത്താരംഭം. നമസ്കാരം.